നമസ്കാരം. ന്യൂസ് ടുഡേയിൽ പ്രധാന വാർത്തകൾ. മെത്രാൻ കായൽ നികത്താനുള്ള വിവാദ ഉത്തരവ് പിൻവലിക്കാൻ ആലോചന. കഴിഞ്ഞ LDF സർക്കാരിന്റെ 4ാം വാർഷിക പദ്ധതിയിൽ കുമരകം പദ്ധതി ഉൾപ്പെടുത്തിയിരുന്നു എന്ന് രേഖകൾ. നിർദ്ദേശിച്ചത് വ്യവസായ വകുപ്പ്. കലാഭവൻ മണിക്ക് കേരളത്തിന്റെ വിട. ജന്മനാട്ടിൽ ജനസഹസ്രങ്ങളെ സാക്ഷിയാക്കി അന്ത്യയാത്ര. മണിയുടെ കരൾ പൂർണ്ണമായും തകരാറിലായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആന്തരിക അവയവങ്ങളുടെ സാമ്പിൾ രാസപരിശോധനയ്ക്ക് അയച്ചു. മണിയെ ബോധരഹിതനായി കണ്ടെത്തിയ ഔട്ട് ഹൗസ് സീൽ ചെയ്തു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഈ മാസം അവസാനം. കരട് നാളെ ഹൈക്കമാൻഡിന് അയക്കും. 3 ഘടകകക്ഷികളുമായി നടത്തിയ ഉഭയകക്ഷി ചർച്ച പരാജയം. BJP നേതൃത്വം സഹകരിപ്പിച്ചില്ലെങ്കിൽ മത്സരരംഗത്തിറങ്ങുമെന്ന് വെല്ലുവിളിച്ച് PP മുകുന്ദൻ. വിട്ടുപോയവർ തിരിച്ചെത്തണമെന്ന് BJP. മലമ്പുഴയും ചിറ്റൂരും ഒഴിച്ചിട്ട് CPIM പാലക്കാട് ഘടകത്തിന്റെ സ്ഥാനാർത്ഥി പട്ടിക. M ചന്ദ്രനും M ഹംസയ്ക്കും സീറ്റ് കൊടുക്കേണ്ട. ഷൊർണൂരിനെ ചൊല്ലി തർക്കം. തൃത്താലയിൽ M സ്വരാജിനെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം. കേരള കോൺഗ്രസിൽ നിന്ന് വിമതപക്ഷത്തേക്ക് കൂട്ടക്കൊഴിഞ്ഞുപോക്ക്. ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ ക്രിസ്ത്യൻ പള്ളിക്ക് നേരെ ആക്രമണം. പിന്നിൽ ബജ്രംഗ് ദൾ എന്ന ആരോപണം. 7 പേർ കസ്റ്റഡിയിൽ. JNU കേസിൽ വ്യാജ വീഡിയോ കാണിച്ച 3 ചാനലുകൾക്ക് ദില്ലി പോലീസിന്റെ നോട്ടീസ്. BJPയെ വിമർശിച്ച് ശിവസേന രംഗത്ത്. മെത്രാൻ കായൽ നികത്തൽ സംബന്ധിച്ച വിവാദ ഉത്തരവ് പിൻവലിക്കാൻ സർക്കാർ ആലോചിക്കുന്നു. LDF സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായുള്ള വികസന രേഖയിലെ പദ്ധതികളിൽ കുമരകം പദ്ധതി ഉൾപ്പെടുത്തിയിരുന്നു. പദ്ധതി നിർദ്ദേശിച്ചത് വ്യവസായ വകുപ്പാണെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. മെത്രാൻ കായലിലെ 326 ഏക്കർ പാടം നികത്തിയുള്ള ടൂറിസം പദ്ധതിക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൽ സർക്കാർ അനുമതി നൽകിയത് വൻ വിവാദമായിരുന്നു. KPCC പ്രസിഡന്റ് അടക്കമുള്ളവർ UDF സർക്കാർ തീരുമാനത്തെ എതിർത്ത് രംഗത്തെത്തി. ഉത്തരവ് പിൻവലിക്കണമെന്ന ഉറച്ച നിലപാടായിരുന്നു KPCC പ്രസിഡന്റ് മുഖ്യമന്ത്രിയെയും റവന്യൂ മന്ത്രിയെയും അറിയിച്ചത്. തെരഞ്ഞെടുപ്പിന് മുന്നിൽ രാഷ്ട്രീയ ചർച്ചയായി പ്രതിപക്ഷം വിഷയം ഉയർത്താനും തീരുമാനിച്ചതോടെ സർക്കാർ പ്രതിരോധത്തിനുമായി. ഇതോടെ ഉത്തരവ് പിൻവലിക്കുന്നതിനുള്ള ആലോചനകൾ സർക്കാർ തലത്തിൽ സജീവമായി നടക്കുകയാണ്. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി കൂടി വാങ്ങിയ ശേഷമായിരിക്കും തീരുമാനം. അതേസമയം 2010 കുമരകം ടൂറിസ്റ്റ് വില്ലേജ് പദ്ധതിക്ക് അനുമതി നൽകി കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് പൊതുഭരണ വകുപ്പ് പുറപ്പെടുവിച്ച ഉത്തരവ് പുറത്തു വന്നു. സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടപ്പാക്കാൻ നിശ്ചയിച്ച പദ്ധതികളിലാണ് കുമരകം പദ്ധതി ഇടം പിടിച്ചത്. വ്യവസായ വകുപ്പാണ് കുമരകം ടൂറിസം പദ്ധതി സർക്കാരിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശം നൽകിയത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ശ്രീ KN ബാലഗോപാൽ CPIM, ശ്രീ ജോസഫ് C. മാത്യു VS അച്യുതാനന്ദന്റെ മുൻ IT ഉപദേഷ്ടാവ്, ശ്രീ A. ഷുക്കൂർ ആലപ്പുഴ DCC പ്രസിഡന്റ്, ശ്രീ ഹരീഷ് വാസുദേവൻ പരിസ്ഥിതി പ്രവർത്തകൻ എന്നിവർ നേരിട്ട് പങ്കെടുക്കുന്നു. KPCC വൈസ് പ്രസിഡന്റ് VD സതീശനെ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആദ്യം ശ്രീ A. ഷുക്കൂർ, റക്കിൻഡോ കുമരകം ഇക്കോ ടൂറിസ്റ്റ് കമ്പനിക്ക് വഴിവിട്ട് പോകുന്ന പോക്കിൽ അവരുടെ പദ്ധതിക്ക് തത്വത്തിൽ അനുമതി നൽകാനുള്ള നീക്കം ഇപ്പോൾ അതിശക്തമായ പ്രതിഷേധം നാട്ടിൽ ഉയർന്നു വന്നതുകൊണ്ട്, ജനങ്ങൾ ഇത് കള്ളക്കളിയാണ്, അഴിമതിയാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് പിൻവലിക്കാൻ നിർബന്ധിതമാവുകയല്ലേ ചെയ്തത്? അഭിലാഷെ, അതിൻ്റെ സത്യാവസ്ഥ അഭിലാഷ് മനസ്സിലാക്കണം. ഇത് സംബന്ധിച്ച് KPCCയുടെ ഉപസമിതിയുടെ ഒരു റിപ്പോർട്ട്, മെത്രാൻകായലിൻ്റെ വിഷയം ഇന്ന് പുതുതായി ഉണ്ടായതല്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങൾ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി വിവിധ ചാനലുകളിൽ ആ കാര്യവും ഞാൻ പറഞ്ഞിരുന്നു. പലരും സമ്മതിച്ചില്ല. സർക്കാർ ഉത്തരവ് 2010 ഉണ്ടായിരുന്നില്ല എന്നും അന്നത്തെ ഗവൺമെന്റിന്റെ 4ാം വാർഷിക ആഘോഷ പരിപാടികളുടെ ഭാഗമായിട്ടാണ് ഈ ഉത്തരവ് പുറത്തിറങ്ങിയതും എന്നും ഞങ്ങൾ പറഞ്ഞിരുന്നു. എന്തായാലും സമ്മതിച്ചില്ല. ഇന്നിപ്പോൾ സർക്കാർ അതിലേക്ക് വന്നു. വരാനുണ്ടായ പ്രധാന കാരണം KPCCയുടെ ഉപസമിതിയുടെ തീരുമാനം. അതുമാത്രവുമല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല ശ്രീ A. ഷുക്കൂർ, മുൻ സർക്കാരിന്റെ കാലത്ത് ഇങ്ങനെ തത്വത്തിൽ അനുമതി കൊടുത്തുകൊണ്ടുള്ള ഒരു ഉത്തരവുണ്ട് എന്നുള്ള നിങ്ങളുടെ ആരോപണം അവിടെ നിൽക്കട്ടെ. അതുകൊണ്ട് ഈ സർക്കാരും സമാനമായ ഒരു അനുമതി കൊടുക്കണം എന്നില്ലല്ലോ. താങ്കൾ സൂചിപ്പിക്കുന്ന KPCCയുടെ ഉപസമിതി റിപ്പോർട്ട് വയൽ നികത്തലിന് അനുകൂലമായിരുന്നില്ല എന്ന് മാത്രമല്ല, വിവിധ സർക്കാർ വകുപ്പുകളുടെ നിലപാടും അവിടെ അങ്ങനെ വയൽ നികത്തി ഒരു ടൂറിസം പദ്ധതി നടപ്പാക്കരുത് എന്നായിരുന്നു എന്ന് മാത്രമല്ല, അവിടെ കൃഷി പുനരാരംഭിക്കണം എന്നുള്ളതുമായിരുന്നു. ഇതൊക്കെ ആയിരിക്കെ സർക്കാർ പോകുന്നതിന് തൊട്ടു മുൻപ്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിൻ്റെ തലേന്ന് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുകയും അത് സംബന്ധിച്ച് ഉത്തരവിറക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്.
അതെന്ത് താല്പര്യം കൊണ്ടാണ് എന്ന് താങ്കൾ പറയുന്നില്ല. അല്ല, അഭിലാഷ് പറയുന്നത് ശരിയല്ല. 2010 ഉത്തരവിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഉത്തരവാണ് ഇത്തവണ വന്നത്. ആ ഉത്തരവിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല. ആ ഉത്തരവിൽ പറയുന്നതനുസരിച്ച് ഈ നിലം നികത്തലും ഈ പദ്ധതിയും നടക്കില്ല. കാരണം ആ ഉത്തരവ് 2008 നെൽവയൽ സംരക്ഷണ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അനുവാദം വാങ്ങിക്കൊണ്ടായിരിക്കണം, അനുമതി വിധേയമായിട്ടായിരിക്കണം എന്ന് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഉത്തരവിൽ പറയുന്നു. മാത്രമല്ല, പരിസ്ഥിതി സംബന്ധിച്ച അനുമതി ഉണ്ടാകണം. ഈ പ്രൊജക്ട് റെക്ടിൻഡ ഡെവലപ്പേഴ്സ് കമ്പനി എന്ന് പറയുന്ന കമ്പനി കൊടുത്തിരിക്കുന്ന അവരുടെ പ്രൊജക്റ്റിൽ ഇത്തരത്തിലുള്ള അനുമതിയോട് കൂടി മാത്രമേ, ഇത്തരത്തിൽ നിയമത്തിന് വിധേയമായി മാത്രമേ ഈ പദ്ധതി കൊണ്ടുപോകാൻ കഴിയൂ എന്ന് ഉത്തരവിൽ വ്യക്തമാണ്. 2010 CPMന്റെ കാലത്ത് എളമരം കരീമിന്റെ വകുപ്പിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഫയലിന്റെ അടിസ്ഥാനത്തിൽ വന്ന ആ ഉത്തരവിൽ 2010 7 മാസം 17 ഞാൻ ആ ഉത്തരവിൽ LDFന്റെ കാലത്ത് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിലേക്ക് വിശദമായി വരാം. തുടരുക. ശ്രീ വി ഡി സതീശൻ ഇതാദ്യമായല്ല റവന്യൂ വകുപ്പിൽ നിന്ന് ദുരൂഹമായ, അങ്ങേയറ്റം രഹസ്യമായുള്ള ഇത്തരത്തിലുള്ള വെള്ളം ചേർക്കൽ നടപടികൾ ഉണ്ടാകുന്നതും അത് പിൻവലിക്കുന്നതും. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഭൂപതിവ് ചട്ടത്തിൽ ഭേദഗതി വരുത്തുകയും അതനുസരിച്ച് 2005 വരെയുള്ള കയ്യേറ്റങ്ങൾക്ക് പട്ടയം നൽകാമെന്നുള്ള തീരുമാനം വരികയും പിന്നീട് ശക്തമായ പ്രതിഷേധമുണ്ടായതിനെ തുടർന്ന് അത് പിൻവലിക്കുകയും ചെയ്തത്. സമാനമായ വിധത്തിൽ ഇവിടെ വയൽ നിയമത്തെ അട്ടിമറിക്കാൻ ഉതകുന്ന വിധത്തിൽ വയൽ നികത്തൽ അനുവദിക്കും എന്ന് തോന്നിക്കുന്ന വിധത്തിൽ ഒരു ഉത്തരവുണ്ടാകുന്നു. അതും വളരെ ദുരൂഹമായ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് തൊട്ട് തലേന്ന് ഇങ്ങനെ ഒരു തീരുമാനമുണ്ടാകുന്നു, ജിയോ ഇറങ്ങുന്നു, അതും പിൻവലിക്കേണ്ടുന്ന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുന്നത് കൊണ്ടല്ലേ സർക്കാരിന് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വരുന്നത്? അല്ല, ഇത് പൊതുവായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഇത്തരം കാര്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടി ഇടതുപക്ഷ ഗവൺമെന്റും ഈ ഗവൺമെന്റും ഉള്ള കാലത്തെല്ലാം ചില ശക്തികൾ ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ കാലത്ത് ഇത് നടത്തിയെടുക്കാൻ വേണ്ടി ശ്രമം നടത്തിയപ്പോൾ ഞങ്ങളെല്ലാം ഇതിനെ എതിർത്ത ആളുകളാണ്, അതിനെ ശക്തിയായി എതിർത്ത ആളുകളാണ്. അതിനുശേഷം വീണ്ടും ഇത് അവസാന ഘട്ടത്തിൽ ഇത് പാസ്സായപ്പോൾ അതിനെ ശക്തിയായി എതിർക്കുകയും അത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയും അത് ചെയ്തിട്ടുണ്ട്. പിൻവലിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കേരള കോൺഗ്രസ് കമ്മിറ്റിക്ക് ഇത്തരം കാര്യങ്ങളിൽ വളരെ ശക്തമായ നിലപാടുണ്ട്. ആ നിലപാട് സ്വീകരിച്ചത് നെൽവയൽ നിർമ്മാണ നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാർട്ടിയുടെ നിലപാട്. ഞാൻ ചെയർമാനായിട്ടുള്ള ഒരു കമ്മിറ്റി, MLA-മാരുടെ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു. ഞങ്ങൾ വിശദമായ റിപ്പോർട്ട് KPCCക്ക് കൊടുത്തിരുന്നു. KPCC അത് അംഗീകരിച്ചു, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ആ ഫ്രെയിമിൽ നിന്നുകൊണ്ടാണ്, ആ നിലപാടിന്റെ ഫ്രെയിമിൽ നിന്നുകൊണ്ട് മാത്രമേ ഗവൺമെന്റിന് ഒരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. ആ ഫ്രെയിമിന് പുറത്തൊരു തീരുമാനം എടുത്താൽ അത് ചോദ്യം കറക്റ്റ് ചെയ്യുകയും ചെയ്യും. ഏത് തീരുമാനവും റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് തെറ്റായ തീരുമാനങ്ങളെ പാർട്ടിക്കകത്തു നിന്ന് ചോദ്യം ചെയ്യുകയും പാർട്ടി അതിനെ നിയന്ത്രിക്കുകയും അത് അതിന്റെ കറക്ഷൻ നടപടികൾ, തിരുത്തൽ നടപടികൾ സ്വീകരിക്കുകയും. ശരി ശ്രീ വി ഡി സതീശൻ, പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഉത്തരവ് ഉണ്ടാകുന്നത് എന്നുകൂടി പരിശോധിക്കേണ്ടേ? നയപരമായ വിഷയങ്ങളിൽ പാർട്ടിയുമായി ആലോചിച്ചേ തീരുമാനം പാടുള്ളൂ എന്നുണ്ടായിരുന്നു. VM സുധീരൻ ഈ വിഷയങ്ങളിലൊക്കെ കൃത്യമായി നിലപാടുള്ള ആളാണ്. നെൽവയൽ നീർത്തട സംരക്ഷണ നിയമം സംബന്ധിച്ച് താങ്കൾ അധ്യക്ഷനായ ഉപസമിതിയെ നിയോഗിച്ചതാണ്. നിങ്ങളുടെ ശുപാർശകൾക്ക് അനുയോജ്യമായ വിധത്തിലല്ല ഈ തീരുമാനം. എങ്ങനെയാണ് പിന്നെ ഇങ്ങനെ ഒരു ഉത്തരവ് ഉണ്ടാകുന്നത് എന്നുകൂടി പരിശോധിക്കേണ്ടേ? അല്ല, അത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, എല്ലാ ഗവൺമെന്റിന്റെയും കാലത്ത് ഇത്തരം തെറ്റായ വഴികളിലൂടെ തെറ്റായ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം പല ഭാഗത്തുനിന്നുണ്ട്. അപ്പൊ ആ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ നിൽക്കുകയാണ് ഈ നയത്തിന്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ് മന്ത്രിമാർ ചെയ്യേണ്ടത്. ദൗർഭാഗ്യവശാൽ ഈ കാര്യത്തിൽ അത് ഉണ്ടായില്ല. അത് കണ്ടപ്പോൾ തന്നെ ആ തെറ്റ് തിരുത്തണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ചുള്ള തീരുമാനം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീ ജോസഫ് സി മാത്യു, യഥാർത്ഥത്തിൽ ഈ പദ്ധതി LDFന്റെ കാലത്തുള്ളതായിരുന്നു, LDFന്റെ കാലത്ത് ചർച്ച ചെയ്യപ്പെട്ടതുമാണ്. അന്ന് ആ പദ്ധതിക്ക് അനുമതി ഉണ്ടായിരുന്നോ എന്നുള്ളതായിരുന്നു തർക്കം.
17/7/2010 ഇറങ്ങിയ 248/2010 എന്ന ഉത്തരവ് ഇപ്പോൾ ഇതാ പുറത്തു വന്നിരിക്കുകയാണ്. സർക്കാരിൻ്റെ 4ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി രൂപീകരിച്ച കർമ്മ പദ്ധതിയുടെ ഭാഗമായിരുന്നു ഈ പദ്ധതിയും. വ്യവസായ വകുപ്പിൻ്റെ ശുപാർശയായിരുന്നു അത്. വ്യവസായ വകുപ്പിൻ്റെ നിർദ്ദേശം, 2 നിർദ്ദേശങ്ങളാണ് വ്യവസായ വകുപ്പിനുണ്ടായിരുന്നത്. ഒന്ന്, കുമരകം ടൂറിസ്റ്റ് റിസോർട്ട് വില്ലേജ് ആരംഭിക്കുന്നതാണ്. 2, ആറന്മുള വിമാനത്താവള പദ്ധതി ആരംഭിക്കുന്നതാണ്. എന്നീ 2 നിർദ്ദേശങ്ങളാണ് ഈ കർമ്മ പദ്ധതിയിൽ വ്യവസായ വകുപ്പിൻ്റെതായി ഉള്ളത്. അപ്പോൾ UDF കഴിഞ്ഞ ദിവസങ്ങളിൽ ഉന്നയിച്ച ആരോപണം ശരിയാണ് എന്ന് വ്യക്തമായില്ലേ? അഭിലാഷ് ഒരു ചോദ്യത്തിന് വേണ്ടി ഒരു മറുപടിക്ക് വേണ്ടി എന്താണ് ഒരു പോസ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ആണെങ്കിലും അത് മിസ്ലീഡിംഗ് ആണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനകത്ത് ഞാൻ ചോദിക്കുന്നത് ഒന്നാമത്തെ കാര്യം, നമ്മൾ പറഞ്ഞു പോകുമ്പോൾ നമ്മളിത് ശരിക്കും സർക്കാരിൻ്റെ ഒരു ട്രാപ്പിൽ വീഴുക ആയതുകൊണ്ട് ഒരു സെൻറ്റൻസ് അത് പറഞ്ഞു പോവുക തന്നെ വേണം. ഇത് സാധാരണ നമ്മൾ പറയും യാതൊരു പഠനവും നടത്താതെ വഴിവിട്ട് ഒരു പദ്ധതിക്ക് അനുമതി കൊടുത്തെന്ന്. ഈ പദ്ധതി അങ്ങനെയല്ല. എല്ലാ പഠനവും നടത്തി, ബയോഡൈവേഴ്സിറ്റി ബോർഡ് മുതലുള്ള എല്ലാ വകുപ്പുകളുടെയും പഠനം നടത്തി, എല്ലാ വകുപ്പുകളും ഇത് പ്രായോഗികമല്ല എന്നും നടപ്പിലാക്കരുതെന്നും ശുപാർശ ചെയ്ത ശേഷം അതിനെയെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് അനുമതി കൊടുത്തതാണ് ഈ പദ്ധതി. അതുകൊണ്ട് ഇതിനെ വഴിവിട്ട സഞ്ചാരം എന്നൊന്നും ഈ അവസഞ്ചാരത്തെ വിളിച്ചാൽ പോരാ. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ഇത് ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് പരിഗണിക്കപ്പെട്ട വിഷയം തന്നെയാണ്, ഒരു സംശയവുമില്ല. അന്നും നമ്മളിത് ചർച്ച ചെയ്തതാണ്, നമ്മളിതിനെ എതിർത്ത് സംസാരിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ ഇറങ്ങിയെന്ന് പറയുന്ന ഉത്തരവ്, അത് കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങൾ ചർച്ച ചെയ്തതാണ്. ആ ഉത്തരവിൻ്റെ ഓപ്പറേറ്റീവ് പാർട്ട് ദയവായിട്ടൊന്ന് വായിക്കണമെന്ന് അന്ന് മുതലേ ഞാൻ ബഹുമാനപ്പെട്ട ഷുക്കൂറിനോട് പറയുന്നുണ്ട്. ഇപ്പോഴും ഞാൻ അഭിലാഷിനോട് അത് പറയുന്നു. ആ കർമ്മ പദ്ധതികളിൽ വിവിധ പ്രോജക്റ്റുകളുടെ പേരിൽ അത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ശരി. ഇതൊരു പദ്ധതിക്കുള്ള അനുമതിയാണെന്ന് പറയണമെങ്കിൽ അതിനുള്ള ഒരു ചേതോവികാരം എവിടെ നിന്നാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ 2ാമത്തെ പദ്ധതി ഗ്രീൻഫീൽഡ് എയർപോർട്ടിൻ്റെ കാര്യം, അതിന് പിന്നീട് തത്വത്തിൽ അനുമതി കൊടുത്തു. അത് ഈ കടലാസ് വെച്ചിട്ടാണോ അതിന് തത്വത്തിൽ അനുമതി കൊടുത്തു എന്ന് വാദിക്കുന്നത്? മന്ത്രിസഭാ യോഗം പിന്നീട് പരിഗണിച്ച് അതിന് തത്വത്തിൽ അംഗീകാരം കൊടുത്തിരുന്നു. അത് വേറെ ചർച്ച ചെയ്യണം. ഈ വിഷയത്തിൽ, ഈ പ്രോജക്റ്റിൻ്റെ കാര്യത്തിൽ അതിനുശേഷം പരിഗണിക്കപ്പെടുകയും ഈ പദ്ധതി നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് തീരുമാനിക്കുകയും അത് ജനങ്ങളോട് പ്രഖ്യാപിക്കുകയും മാത്രമല്ല, ഈ പറഞ്ഞിരിക്കുന്ന ഡേറ്റിന് ശേഷം, ഈ 2010 7-ാം മാസത്തിന് ശേഷം സർക്കാർ കൃഷിമന്ത്രി തന്നെ പങ്കെടുത്തുകൊണ്ട് ഇതേ സർവേ നമ്പറിൽ കൃഷി നടത്താൻ തീരുമാനിക്കുകയും അതിൻ്റെ മീറ്റിങ്ങുകൾ വിളിച്ചു കൂട്ടുകയും കൃഷിയുടെ തീവ്ര യജ്ഞ പരിപാടിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 2010-11 കൃഷി ചെയ്യാനായിട്ട് തീരുമാനമെടുത്ത് കൃഷി ഓഫീസറെയും മറ്റും ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഇതിൻ്റെ രേഖകളെല്ലാം ഉണ്ടെന്ന് മാത്രമല്ല, ഈ സർക്കാർ, ഈ UDF സർക്കാർ നിയമസഭയുടെ പരിസ്ഥിതി സമിതിക്ക് ഒരു റിപ്പോർട്ട് നൽകി. 2014 റിപ്പോർട്ട് നൽകിയത്. ഈ സർക്കാരിന്റെ കാലത്ത് എന്താണ് ചെയ്തത് എന്നതിലേക്ക് വരുന്നതിന് മുൻപ് ശ്രീ ജോസഫ് സി മാത്യു, താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ ഉത്തരവിന്റെ ഓപ്പറേറ്റീവ് പോർഷൻ ഞാൻ വായിക്കാം. സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി 1 വർഷത്തെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ച് സമയബന്ധിതമായും കാര്യക്ഷമമായും നടപ്പാക്കാനുള്ള കർമ്മ പദ്ധതികൾക്ക് മന്ത്രിസഭാ യോഗം രൂപം നൽകുകയും അംഗീകരിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്, തുടർന്ന് 2/6/2010 കൂടിയ മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രിമാർക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അവയും നേരത്തെ ഉള്ള നിർദ്ദേശങ്ങളിൽ എന്തെങ്കിലും ഭേദഗതി ഉണ്ടെങ്കിൽ അതും നിർദ്ദേശിക്കാൻ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച പുതിയ നിർദ്ദേശങ്ങൾ 2/6/2010 കൂടിയ മന്ത്രിസഭാ യോഗം അംഗീകരിക്കുകയും ഇക്കാര്യത്തിൽ ഇനിയും വകുപ്പ് മന്ത്രിമാരിൽ നിന്ന് ലഭിക്കുന്ന പുതിയ നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഭേദഗതി വരുത്തി ഉത്തരവ് പുറപ്പെടുവിക്കാൻ തീരുമാനിക്കുകയും ഉണ്ടായി. അതായത് ഈ അവസാനം പറയുന്ന കാര്യമുണ്ടല്ലോ, പുതിയ നിർദ്ദേശങ്ങൾ മന്ത്രിസഭാ യോഗം അംഗീകരിക്കുകയും ഇക്കാര്യത്തിൽ ഇനിയും വകുപ്പ് മന്ത്രിമാരിൽ നിന്ന് ലഭിക്കുന്ന പുതിയ നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്താൻ തീരുമാനിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? അത് നടന്നു അഭിലാഷ്, ഞാനത് പറയാം. പുതിയ നിർദ്ദേശങ്ങൾ സഹിതം അതിൻ്റെ പദ്ധതി രേഖ സമർപ്പിക്കപ്പെട്ടു. ആ പദ്ധതി രേഖ പരിശോധിച്ചു. ആ പദ്ധതി അംഗീകരിക്കാൻ കഴിയില്ല എന്നും ഇന്ന കാരണങ്ങളാൽ അംഗീകരിക്കാൻ കഴിയില്ല എന്നും തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പദ്ധതിക്ക് അനുമതി നിഷേധിച്ചപ്പോൾ അതിൻ്റെ പ്രൊമോട്ടേഴ്സ് അവർ പരിസ്ഥിതി സൗഹൃദമായ പുതിയ പദ്ധതി സമർപ്പിക്കാമെന്ന് പറഞ്ഞ് പോയതിനു ശേഷം ഒരു പദ്ധതി സമർപ്പിച്ചിട്ടില്ല. അത് 2011 LDF സർക്കാർ പോകുന്നിടം വരെ സമർപ്പിച്ചില്ല എന്ന് മാത്രമല്ല, 2014 വരെയും സമർപ്പിച്ചില്ല. ഞാനീ പറയുന്നത് ഈ UDF സർക്കാരിൻ്റെ വ്യവസായ വകുപ്പ്, ഈ UDF സർക്കാർ നിയമസഭാ പരിസ്ഥിതി സമിതിക്ക് കൊടുത്തതാണ്.
അതായത് ഇവരുടെ കാലയളവിൽ നടന്ന കാര്യമല്ല, നാളിതുവരെ ഈ പ്രോജക്റ്റ് സംബന്ധിച്ച് നടന്ന കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ വ്യക്തമായി പറയുന്നു, റാക്കിൻഡോ കുമരകം വില്ലേജ് പ്രോജക്റ്റ് എന്ന് നാമകരണം ചെയ്യപ്പെട്ട പ്രസ്തുത പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ അംഗീകാരം നൽകിയിട്ടില്ല. ശരി, അത് ഡേറ്റ് 24/3/2014 വളരെ നിസ്സാരമായ ഒരു കോമൺ സെൻസ് അല്ലേ? കഴിഞ്ഞ സർക്കാർ അനുമതി നൽകിയ പദ്ധതിയാണെങ്കിൽ ഈ സർക്കാർ അതിൻ്റെ അവസാന ദിവസങ്ങളിൽ അതിന് ഏറ്റവും പ്രാഥമികമായ തത്വത്തിലുള്ള അനുമതി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ എന്തൊരു മണ്ടത്തരമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വാദിച്ചുകൊണ്ടിരിക്കുന്നത്? 2010 ഒരു സർക്കാർ ഉത്തരവിലൂടെ വന്ന ഒരു പദ്ധതി, ഒരു ഗവൺമെന്റിന്റെ വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി വന്ന പദ്ധതി, അതിനകത്ത് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഉത്തരവിൽ പറയുന്നത് പോലെയുള്ള ഏതെങ്കിലും തരത്തിൽ വിധേയമായി എന്ന് പറയാത്ത ഒരു ഉത്തരവ്, ഇതിനെ തുടർന്ന് 2100 കോടി രൂപയുടെ പുതിയ പദ്ധതി വരുന്നത്, അത് കോട്ടയം ജില്ലാ കളക്ടർ റെക്കമെൻഡ് ചെയ്തൊരു പദ്ധതി ആയിട്ടാണ് സർക്കാരിൻ്റെ മുമ്പാകെ ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ളത്. അതിൽ 2100 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ടൂറിസം മായി ബന്ധപ്പെട്ട് വരുന്നു എന്നുള്ളതും അതിനൊരു പ്രാധാന്യം നൽകുമ്പോൾ 2008 നെൽവയൽ സംരക്ഷണ നിയമത്തിന് വിധേയമായി അത് പറഞ്ഞപ്പോൾ തന്നെ അത് പോയി. പക്ഷെ ഞാനൊരു കാര്യം ഈ ഇക്കോ ടൂറിസം പദ്ധതി എന്ന് പേരിട്ടിരിക്കുന്ന ഈ പദ്ധതി വലിയ സപ്ത നക്ഷത്ര റിസോർട്ടും പഞ്ചനക്ഷത്ര ഹോട്ടലും കൺവെൻഷൻ സെന്ററും ഗോൾഫ് കോഴ്സും ഒക്കെ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ്. അപ്പോൾ ഈ നെൽവയൽ നീർത്തട സംരക്ഷണ നിയമത്തിന് വിധേയമായി എങ്ങനെ അങ്ങനെ ഒരു പദ്ധതി നടത്തുമെന്ന് മാത്രമല്ല, നെൽവയൽ നീർത്തട സംരക്ഷണത്തിന് വിധേയമായിട്ടാണ് അവിടെ കൃഷി ആരംഭിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയാണ് എങ്കിൽ സർക്കാർ ഉത്തരവിൽ അത് പറയേണ്ടിയിരുന്നില്ല. അഭിലാഷം പറഞ്ഞതുപോലെ ആയിരുന്നെങ്കിൽ സർക്കാർ ഉത്തരവിൽ നെൽവയൽ സംരക്ഷണ നിയമം 2008 അതിന് വിധേയമാണ് എന്ന് സർക്കാർ പറയില്ലായിരുന്നു. ഇടതുമുന്നണിയുടെ എനിക്കൊരു സംശയമേ ഉള്ളൂ ശ്രീ ഷുക്കൂർ, അങ്ങനെയാണെങ്കിൽ നടക്കാത്ത പദ്ധതിക്ക് എന്തിനാണ് അനുമതി കൊടുക്കുന്നത്? ഈ പദ്ധതി നടക്കില്ല എന്ന് ഉറപ്പുണ്ടല്ലോ, നടക്കാത്ത പദ്ധതിക്ക് എന്തിനാണ് സർക്കാർ അനുമതി കൊടുക്കുന്നത്? എന്തായാലും മെത്രാക്കായൽ നികത്തി ഒരു പദ്ധതി കൊണ്ടുപോകാനാകില്ല എന്നുള്ളത് ഞങ്ങളുടെയും താല്പര്യമാണ്. എന്തിനാണ് സർക്കാർ റവന്യൂ വകുപ്പ് ഇങ്ങനെ 11-ാം മണിക്കൂറിൽ ഒരു ഉത്തരവിറക്കുന്നത്? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന്റെ തലേന്ന് പിന്നെ ഇത് നടക്കാത്ത പദ്ധതിയാണെങ്കിൽ എന്തിനാണ് റവന്യൂ വകുപ്പ് തത്വത്തിൽ അംഗീകരിച്ചുകൊണ്ട് ഒരു ഉത്തരവിറക്കിയത്? അതിനുള്ള ഉത്തരം കിട്ടിയാൽ മതി, വേറെ ഒരു പ്രശ്നവുമില്ല. അതിനകത്ത് 2010 LDF ഗവൺമെന്റിന്റെ മുമ്പാകെ വന്ന പദ്ധതി പരിഷ്കരിച്ച് അത്തരത്തിൽ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഇല്ലാത്ത തരത്തിൽ ഒരു പദ്ധതി കൊണ്ടുവരുന്നു എന്ന് സർക്കാരിന്റെ മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ടാകാം. എന്തായാലും അത് വിശദമായി ചർച്ചയ്ക്ക് വിധേയമാണ്. ശരി, അതാണ് താങ്കൾ വിശദീകരിക്കുന്നത്. തുടരുക ശ്രീ ഹരീഷ് വാസുദേവൻ. ഇതിൽ ആരാണ് കള്ളക്കളി കളിക്കുന്നത്? ഇവിടെ സൂചിപ്പിക്കുന്നത് നെൽവയൽ നീർത്തട സംരക്ഷണ നിയമത്തെ അട്ടിമറിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഈ ഉത്തരവ് തന്നെ പറയുന്നത് കേരള നെൽവയൽ നീർത്തട സംരക്ഷണ നിയമം 2008 പാരിസ്ഥിതിക അനുമതി എന്നിവയ്ക്ക് വിധേയമായി ഈ പദ്ധതി നടപ്പാക്കുന്നതിന് തത്വത്തിൽ അനുമതി നൽകുന്നു എന്നാണ്. അങ്ങനെ ഈ പദ്ധതി നടക്കില്ല, അതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലപാട്. അത് കോൺഗ്രസിൻ്റെ നിലപാടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു കോൺഗ്രസിൻ്റെ നിലപാട് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നേരത്തെ KPCCയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ VD സതീശൻ പറഞ്ഞു. സർക്കാരിന് തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞത്. സർക്കാരിന് തെറ്റുപറ്റി അത് പിൻവലിക്കണമെന്ന് KPCC പ്രസിഡന്റ് തന്നെ വളരെ വ്യക്തമായിട്ട് പറയുകയും ചെയ്തു. ഇതിൽ രണ്ട് വിഭാഗത്തിൽ, ഈ കാര്യങ്ങളിലൊക്കെ രണ്ട് വിഭാഗമുണ്ട്. കച്ചവടത്തിൽ കാശ് വാങ്ങിച്ചവരുമുണ്ട്. കാശ് വാങ്ങിച്ചവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കടലാസ് ഇറക്കി കൊടുത്തില്ലെങ്കിൽ ഇറങ്ങിപ്പോകാൻ നേരത്ത് തട്ട് കിട്ടുമെന്നുള്ളപ്പോൾ ഇറക്കി കൊടുക്കുന്ന ആളുകളുമുണ്ട്. അവരെ ന്യായീകരിക്കാൻ വേണ്ടി പല ചാനൽ ചർച്ചകളിലും വന്നിരുന്ന് 10 പൈസയ്ക്ക് നിയമപരമായി ജ്ഞാനമുള്ള ആളുകൾ, അല്ലെങ്കിൽ LLB ഡിഗ്രി വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, കേരളത്തിൽ കോമൺ സെൻസ് ഉള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ പാലിക്കേണ്ട ചില മിനിമം മര്യാദ പാലിക്കുന്ന ആളുകൾ പോലും പറയാത്ത വാദമാണ് ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ആലപ്പുഴ DCC പ്രസിഡന്റ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് തത്വത്തിൽ അനുമതി കൊടുക്കുമ്പോഴും പാഡി ലാൻഡ് ആക്ടിൻ്റെ നിയമങ്ങൾക്ക് വിധേയമായി എന്ന് പറഞ്ഞാൽ പ്രോജക്റ്റ് വരില്ലല്ലോ. എന്തിനാണ് ഈ കടലാസ് ഇറക്കുന്നത്? ഇത്രയും കഷ്ടപ്പെട്ട് ക്യാബിനറ്റിൽ വേറെ 100,000 പേപ്പറുകളുണ്ടല്ലോ, എന്തിനാണ് ഈ പേപ്പർ കൊണ്ടുപോയി ഇറക്കുന്നതൊരു ചോദ്യം വരും. ഞാൻ ചോദിക്കട്ടെ, പ്രാഥമികമായൊരു ചോദ്യമുണ്ട്. പാഡി ലാൻഡ് വെറ്റ്ലാൻഡ് കൺസർവേഷൻ ആക്ട് അനുസരിച്ച് സംസ്ഥാന സർക്കാരിന് ഒരു പദ്ധതിക്ക് തത്വത്തിൽ അനുമതി നൽകാനുള്ള അധികാരമുണ്ടോ? എവിടുന്നാണ് ഗവൺമെൻറ്റിന് പവർ വരുന്നത്? ക്യാബിനറ്റിന് എവിടുന്നാണ് അധികാരം വരുന്നത്? അത് ഭരണഘടന കൊടുക്കുന്ന അധികാരമാണ്. എന്തും തീരുമാനിക്കാനുള്ള അധികാരമില്ല. ഭരണഘടന കൊടുക്കുന്ന അധികാരം അനുസരിച്ചുണ്ടാക്കിയ ഒരു നിയമം പറയുന്ന അധികാരം മാത്രമേ ഒരു സർക്കാരിനുള്ളൂ.
പാഡി ലാൻഡ് ആക്ടിൽ ഏത് പ്രൊവിഷൻ അനുസരിച്ചാണ് തത്വത്തിൽ അനുമതി കൊടുക്കാൻ ഒരു പ്രോജക്റ്റിന് ഗവൺമെൻറ് അധികാരമുള്ളത്? സെക്ഷൻ 10 ക്ലോസ് 2 പ്രകാരം പൊതു ആവശ്യത്തിന് ഒരു പ്രാദേശിക നിരീക്ഷണ സമിതി, അവിടുത്തെ കർഷകർ, കൃഷി ഓഫീസർ അടങ്ങിയ സമിതി ഇവിടെ യാതൊരു പരിസ്ഥിതി പ്രശ്നവും ഉണ്ടാവില്ലെന്നും ഇത് മറ്റു പ്രദേശത്തെ കൃഷിയെ ബാധിക്കില്ല എന്നും സർട്ടിഫൈ ചെയ്ത് കൊടുത്താൽ ജില്ലാതല നിരീക്ഷണ സമിതി ഇത് പരിഗണിക്കണം. ജില്ലാതല നിരീക്ഷണ സമിതി പരിഗണിച്ച് പ്രപ്പോസൽ സംസ്ഥാനതല നിരീക്ഷണ സമിതിക്ക് മുമ്പാകെ വെച്ച് പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ ആ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോജക്റ്റിനെ സംസ്ഥാന തലത്തിൽ ലാൻഡ് റവന്യൂ കമ്മീഷണറും അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കമ്മീഷണറും ഇത് പൊതു ആവശ്യമായി അംഗീകരിക്കാവുന്നതാണെന്നും പരിസ്ഥിതി പ്രശ്നമില്ലെന്നും കൃഷി നടക്കുമെന്നും സർട്ടിഫൈ ചെയ്ത് കൊടുത്താൽ മാത്രമേ പ്രോജക്റ്റ് ക്യാബിനറ്റിലേക്കോ റവന്യൂ വകുപ്പ് മന്ത്രിയുടെ മേശപ്പുറത്തേക്കോ പോകൂ. ഇതാണ് നിയമം, ഇതാണ് റൂൾസ് ഓഫ് ബിസിനസ്സും ആക്റ്റും പറയുന്നത്. ഇതല്ലാതെ തത്വത്തിൽ അനുമതി എന്ന് കടലാസിൻ്റെ വില പോലും ഇല്ലാത്ത, ഷുക്കൂർ വാദിക്കുന്നിടത്തൊന്നും ഇവിടെ കോടതിയൊന്നും ഇല്ലാത്ത രാജ്യത്താണ്. ഈ സാധനം കൊണ്ട് കോടതി പോയാലുണ്ടല്ലോ, ഹൈക്കോടതിയിൽ 10 മിനിറ്റ് സ്റ്റാൻഡ് ചെയ്യാത്തൊരു ഓർഡറാണിത്. ഈ ഓർഡർ ഞാൻ ധൈര്യപൂർവ്വം വെല്ലുവിളിക്കുന്നു ഗവൺമെന്റിനെ. ഇത് പിൻവലിക്കാതെ ഗവൺമെന്റ് ഒരാഴ്ച കൂടി വെയിറ്റ് ചെയ്യൂ, ഞങ്ങൾ കാണിച്ചു തരാം കളി എന്താണെന്നുള്ളത്. അതുകൊണ്ട് നാണം കെട്ട് പിൻവലിക്കേണ്ട സാഹചര്യത്തിലാണ് ഇത് പിൻവലിക്കുന്നത്. നാണം കെട്ട വാദങ്ങൾ പറഞ്ഞ് 5 ദിവസം കൂടി ചിലപ്പോൾ ഇത് വാദിക്കാമെന്നല്ലാതെ. ഇനി മാത്രമല്ല, അഭിലാഷ് ഈ പ്രശ്നം ഇവിടെ കൊണ്ട് തീരുന്നില്ല. സെക്ഷൻ 511 ഓഫ് IPC ഒരു കുറ്റം ചെയ്തത് മാത്രമല്ല, ഒരു കുറ്റം ചെയ്യാൻ ശ്രമിച്ചിട്ട് നടക്കാതെ വരുന്നതും ഒരു ക്രിമിനൽ ഒഫൻസാണ്. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൻ്റെ കീഴിൽ ഇത് കൃത്യമായി സെക്ഷൻ 511 കീഴിൽ ഇതൊരു അഴിമതി നടത്താൻ സംസ്ഥാന സർക്കാരിന് ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചൊരു കമ്പനിയെ സ്വാധീനിച്ച് നടത്തിയൊരു നീക്കമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ ഒരു ഉദ്യോഗസ്ഥനായിരിക്കെ 3 വർഷത്തേക്ക് ലീവ് എടുത്തൊരു സ്വകാര്യ കമ്പനിയിൽ പോയി ജോലി ചെയ്ത ആളാണ് ഇപ്പോൾ കോട്ടയം കളക്ടറായിട്ടിരിക്കുന്നത്. കോട്ടയം കളക്ടർ ഇതിൻ്റെ പിന്നിൽ നടത്തിയ, ആർക്ക് വേണ്ടിയാണ് നടത്തിയതെന്നും ഏത് കമ്പനിയെ സഹായിക്കാനാണെന്നുമുള്ള മുഴുവൻ ഡീറ്റെയിൽസും പുറത്തു വന്നിട്ടുണ്ട്. ഞങ്ങൾ തീർച്ചയായിട്ടും വിജിലൻസ് കോടതിയെ സമീപിക്കും. ഈ പ്രശ്നം ഇവിടെ കൊണ്ട് ഇത് അവസാനിച്ചതുകൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല. ശരി, അതാണ് ശ്രീ KN ബാലഗോപാൽ. ഞാൻ നേരത്തെ 248/2010 എന്ന ഗവൺമെൻറ് ഓർഡർ, LDF സർക്കാരിൻ്റെ കാലത്ത് ഇറങ്ങിയ ഓർഡർ വായിക്കുകയുണ്ടായി. ഒരു കാര്യം വളരെ വ്യക്തമാണ്. LDF സർക്കാരിൻ്റെ കാലത്ത് 4-ാം വർഷത്തെ കർമ്മ പദ്ധതിയിൽ വ്യവസായ വകുപ്പ് നിർദ്ദേശിച്ച 2 പദ്ധതികളാണ് ഇവ. അന്ന് കൃഷിമന്ത്രിയായിരുന്ന മുല്ലക്കര രത്നാകരൻ, അതുപോലെ തന്നെ CPI ഭരിച്ചിരുന്ന റവന്യൂ വകുപ്പ്, മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ തുടങ്ങിയവർ ശക്തമായ നിലപാടെടുത്തതുകൊണ്ട് അന്ന് ഈ പദ്ധതി നടന്നില്ല. അതിൻ്റെ പ്രയോക്താക്കൾ ഇന്ന് ഏറ്റവും ഒടുവിലത്തെ ദിവസങ്ങളിൽ ഈ സർക്കാരിനെ കൊണ്ട് അന്ന് നടക്കാഞ്ഞത് നടത്തിക്കാൻ ശ്രമിച്ചു എന്ന വളരെ ലളിതമായ കാര്യമല്ലേ നടന്നിട്ടുള്ളൂ? ഈ ചർച്ചയ്ക്ക് ഇത്രയേറെ സമയമെടുത്ത് ചർച്ച ചെയ്യേണ്ട ആവശ്യങ്ങൾ എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. വളരെ ക്ലിയറാണ് ഈ വിഷയം സംബന്ധിച്ചുള്ള ചിത്രം. ഇപ്പോൾ ശ്രീ ഷുക്കൂറിനെ 3 പേരൂടെ, ഞാനും പറയുമ്പോൾ ഇതേ വാദം തന്നെയാണ്, 3 പേരൂടെ ആക്രമിക്കേണ്ട കാര്യം തന്നെ ഇല്ല എന്നെനിക്ക് തോന്നുന്നു. ഇതിനകത്ത് വളരെ ക്ലിയറാണ്. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ഈ ഫയലുകൾ കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. പൂർണ്ണമായിട്ടില്ല, ഞാൻ രാജ്യസഭാ മെമ്പറായി പോകുന്നതിന് മുമ്പ് ഇങ്ങനെ ചില ഫയലുകൾ വന്നിട്ടുള്ളതും ഗവൺമെൻറ് അനുമതി കൊടുക്കാത്തതും എനിക്ക് ഓർമ്മയുണ്ട്. ക്യാബിനറ്റിൻ്റെ പരിഗണനയ്ക്ക് വന്നോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണോ വന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല. അത് ഇങ്ങനെ ഈ നെൽവയൽ ഇത്രയേറെ, പ്രത്യേകിച്ച് കുട്ടനാടിൻ്റെ പാരിസ്ഥിതിക പ്രശ്നം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു നെൽവയലിൻ്റെ പ്രശ്നമല്ല. അതുകൊണ്ട് തന്നെ അത് കൊടുക്കാൻ കഴിയില്ല. പല പദ്ധതികളും വരും. ഈ പദ്ധതി മാത്രമല്ല, ഇപ്പം എൻ്റെ ഓർമ്മയിലുള്ള ഒരു വലിയ ഡ്രീം പദ്ധതി എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ഇൻ്റർനാഷണൽ ഹെൽത്ത് ഗ്രൂപ്പുകാർ കൊണ്ടുവന്നൊരു പദ്ധതിയുണ്ട് കൊടകരയിൽ. അവിടെ ഈ വയൽ മുഴുവൻ ഇഷ്ടികയ്ക്ക് ചെളിയെടുത്തിട്ട് വെള്ളക്കെട്ടുള്ള ആ വയലിൻ്റെ നടുക്ക് ഒരു 50 ഏക്കർ, ഒരു 1000 ഏക്കർ മേടിച്ചിട്ട് നടുക്ക് ഒരു 50-100 ഏക്കർ ഒരു ഐലൻഡ് ഉണ്ടാക്കി അതിൽ വലിയ ഒരു ആശുപത്രി കെട്ടിടം ഉണ്ടാക്കാം എന്ന് പറഞ്ഞൊരു സങ്കല്പവും ഗവൺമെൻറ് കൊണ്ടുവന്നിരുന്നത് ഓർക്കുന്നു ഞാൻ. ഇങ്ങനെ നിരവധി പദ്ധതികൾ ആളുകൾ കൊണ്ടുവരും. പക്ഷേ ആ ഗവൺമെൻറ് അതിന് അനുമതി കൊടുത്തില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. 4 വർഷം കഴിഞ്ഞപ്പോൾ പോകുന്ന പോക്കിൽ ഇത് മാത്രമല്ല, 1500ഓളം കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ടെൻഡറില്ലാതെ കൊടുത്തത് എന്നൊരു ആരോപണം ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിരവധി കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു. 800 ചില്ലാനം ഫയലുകൾ ക്യാബിനറ്റ് പെട്ടെന്ന് ക്ലിയർ ചെയ്യുന്നു. ഈ ക്യാബിനറ്റൊക്കെ എങ്ങനെയാണ് ഔട്ട് ഓഫ് അജണ്ട ഒക്കെ ഉൾപ്പെടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുള്ള വിവാദങ്ങൾ വരാറുണ്ടല്ലോ. അങ്ങനെ ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റിന് വേണ്ടി വാദിക്കാൻ ഇപ്പോൾ ശ്രീ ഷുക്കൂർ മാത്രമേ ഉള്ളൂ. ഷുക്കൂറിന് എന്താ അതിനകത്ത് ഇൻട്രസ്റ്റ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ശ്രീ സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് ഗവൺമെൻറ് ഇതിനകത്ത് പാളിച്ച പറ്റിയിട്ടുണ്ട്. ഇനി പഴയ ഗവൺമെൻറ് അവർക്കിങ്ങനെ പല പദ്ധതികൾ വന്നിട്ടുണ്ട്. പല പദ്ധതികൾ പലയിടത്തുനിന്ന് ആളുകൾ കൊണ്ടുവരുന്നതൊക്കെ ലിസ്റ്റ് ചെയ്തിട്ട് പരിശോധിച്ചിട്ടാണ് അനുമതി കൊടുക്കുക. അനുമതി കൊടുത്തില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നം ഇന്നലെ തന്നെ കഴിഞ്ഞു. ഇവർ അഴിമതി കാണിച്ചു എന്നുള്ളത് വളരെ വ്യക്തമായി. അതുകൊണ്ട് ഇങ്ങനൊരു ചർച്ചയ്ക്കകത്ത് ദീർഘമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ട് എന്ന് ഞാൻ വ്യക്തിപരമായി കരുതുന്നില്ല. അല്ല, ഇതിൽ ശ്രീ KN ബാലഗോപാൽ 2009 സെപ്റ്റംബർ 25-നാണ് റാക്കിൻഡോ ഗ്രൂപ്പ് അന്നത്തെ വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ഇത് സംബന്ധിച്ച് അപേക്ഷ കൊടുക്കുന്നത്. ആ സർക്കാരിൻ്റെ കാലത്താണ് ഇതിൻ്റെ പ്രപ്പോസൽ വരുന്നത്. ഇവിടെ ഈ ഉത്തരവിൽ വ്യവസായ വകുപ്പ് പറയുന്നത് കുമരകം ടൂറിസ്റ്റ് റിസോർട്ട് വില്ലേജ് പദ്ധതി ആരംഭിക്കുന്നതാണ്
എന്നതാണ്. ഇത് ഒരു വ്യവസായ ഗ്രൂപ്പ് കൊണ്ടുവന്ന പദ്ധതി ലിസ്റ്റ് ചെയ്തു എന്നതിനപ്പുറത്ത് അക്കാര്യത്തിൽ വ്യവസായ വകുപ്പിന് താല്പര്യമുണ്ടായിരുന്നു. കുമരകം റിസോർട്ട് പദ്ധതി ആരംഭിക്കുന്നതാണ്, അത് വ്യവസായ വകുപ്പിൻ്റെ പദ്ധതിയായി എന്നുള്ള നിലയിൽ അവതരിപ്പിക്കുമ്പോൾ വ്യവസായ വകുപ്പിനുണ്ടായിരുന്ന താല്പര്യമാണ് വ്യക്തമാകുന്നത്. ഈ അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു രീതി അറിയാഞ്ഞിട്ടാണ് നമ്മുടെ ഗവൺമെൻറ് ഇരിക്കുമ്പം ഞാൻ വ്യക്തികളെ കോട്ട് ചെയ്യുന്നത് തെറ്റായൊരു കോട്ടിംഗ് അല്ല. നമ്മുടെ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന TK നായർ സാറ് അന്ന് ഒരു വലിയ തായ്വാനീസ് ഗ്രൂപ്പിനെ ഇവിടെ അവർ ഇൻഡസ്ട്രിക്ക് വന്നതാണ്. അവരെ കേരളത്തിൽ ഇൻഡസ്ട്രി തുടങ്ങാനായിട്ട് വിട്ടത് എനിക്ക് ഓർമ്മയുണ്ട്. മുഖ്യമന്ത്രിയെ കാണാൻ അവരൊന്നപ്പോൾ ഞാനും ഉണ്ടായിരുന്നു. 10-2000 കോടിയുടെ എന്തോ ഒരു വലിയ ഫാബർ യൂണിറ്റും നമ്മുടെ IT ചിപ്പും മറ്റും ഉണ്ടാക്കുന്നതാണ്. അതും അവരുടെ കണ്ടീഷൻസ് പറ്റാത്ത വന്നപ്പോഴേക്കും ഗവൺമെൻറ് താല്പര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഇലക്ട്രോണിക്സിൻ്റെ രംഗത്ത് വലിയ ഒരു നിക്ഷേപം വരുന്നത്. പക്ഷേ അവരുടെ പാരിസ്ഥിതികമായ പ്രശ്നം, അവർക്ക് വെള്ളത്തിൻ്റെ ആവശ്യം വലിയ തോതിൽ, അതുപോലെ തന്നെ കണ്ടാമിനേറ്റഡ് ആവും വെള്ളം എന്ന നിലയിൽ പരിശോധന കഴിഞ്ഞപ്പോൾ ആ കാര്യം വേണ്ട എന്ന് വെച്ചു. അപ്പോൾ ഒരു പദ്ധതി വന്നാൽ വ്യവസായ വകുപ്പിൻ്റെ മുന്നിലായാലും മറ്റൊരു വകുപ്പിന് മുന്നിലായാലും ഞങ്ങളൊന്നും പരിശോധിക്കില്ല, ഞങ്ങളൊന്നും നോക്കില്ല എന്ന് പറയുന്നതല്ല. അത് നോക്കാൻ വേണ്ടി വെക്കുന്നു. പരിശോധിച്ച് കഴിയുമ്പോൾ എത്ര പദ്ധതികൾ അങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അംഗീകരിക്കാത്തത്? അങ്ങനെ അംഗീകരിക്കാതെ വരുന്നു. അതുകൊണ്ട് പരിശോധിച്ചു എന്നുള്ളത് ഒരു തെറ്റായിട്ട് പറയുക എന്ന് പറയുന്നത് 7-6 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന സമയത്ത് ഇതെല്ലാം ഓർഡർ ഇറക്കി അതിൻ്റെ എന്തെങ്കിലും ഇതിൻ്റെ ഇവിടെ പിന്നെ ചില്ലറ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാഷയിലാണ് വലിയ അറ തന്നെയാണ്, അല്ല ചെറിയ തുകയൊന്നും അല്ല എന്നുള്ളൊരു ബന്ധം ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ ഈ കാര്യമൊന്നും ഉണ്ടാവില്ല. പോലെ നമ്മുടെ റംസാർ സൈറ്റ് ആയിട്ടുള്ള കായലിൽ ശ്രീ ബാലഗോപാൽ, എനിക്കൊരു ചോദ്യം ഉള്ളത്, അദ്ദേഹം രാജ്യസഭാ മെമ്പറൊക്കെ ആണല്ലോ, അദ്ദേഹത്തിന് നിയമം അറിയാമല്ലോ. റൂൾസ് ഓഫ് ബിസിനസ് അനുസരിച്ച് പാഡി ലാൻഡ് വെറ്റ്ലാൻഡ് കൺസർവേഷൻ ആക്ടിൽ ഇളവ് ആവശ്യമുള്ള ഒരു പദ്ധതി അറിയില്ല. അല്ലല്ല, ഞാൻ പറഞ്ഞത് റൂൾസ് ഓഫ് ബിസിനസ് അറിയാൻ സാധ്യതയുണ്ടെന്ന് പറയാൻ കാര്യം താങ്കൾ മുഖ്യമന്ത്രിയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഒരാൾ കൂടി ആയതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. വെറും കോമൺ സെൻസിൽ ആലോചിക്കുക. ക്യാബിനറ്റിൽ ഒരു പദ്ധതി വരണമെങ്കിൽ വ്യവസായ വകുപ്പ് വഴി വരണമെങ്കിൽ അത് വ്യവസായമായിരിക്കണം. ടൂറിസം പദ്ധതിയാണ് വരുന്നതെങ്കിൽ അത് ടൂറിസം വകുപ്പ് വഴിയാണ് വരേണ്ടത്. റവന്യൂ നിയമങ്ങളിൽ ഇളവ് വേണമെങ്കിൽ റവന്യൂ വകുപ്പ് വഴിയാണ് വരുന്നത്. ഗതാഗത പദ്ധതി ഗതാഗത വകുപ്പ് വഴിയല്ലേ വരുന്നത്, അല്ലാതെ വ്യവസായ വകുപ്പ് വഴി അല്ലല്ലോ. എന്ന് പറയുന്ന പോലെ വ്യവസായ വകുപ്പ് വഴി ഒരു പദ്ധതി മറ്റ് വകുപ്പുകളിലൂടെ ടൂറിസം പദ്ധതി വരുന്നുണ്ടെങ്കിൽ അത് റൂൾസ് ഓഫ് ബിസിനസിൻ്റെ വയലേഷനാണ്. ഈ കാര്യം ആറന്മുള കാര്യത്തിൽ നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ്. റവന്യൂ വകുപ്പ് വഴി കയറി വരില്ല എന്നുള്ള ഉറപ്പുള്ള പദ്ധതി അന്നത്തെ T. ബാലകൃഷ്ണൻ, അന്നത്തെ വ്യവസായ വകുപ്പ് കുപ്രസിദ്ധനായ വ്യവസായ വകുപ്പ് സെക്രട്ടറിയെ സ്വാധീനിച്ച് വ്യവസായ വകുപ്പ് മന്ത്രി തുല്യം ചാർത്തിക്കൊണ്ട് വന്ന പദ്ധതിയാണ് ആറന്മുളയും ഈ പദ്ധതിയും. ഇത് രണ്ടും ഒരേ ദിവസമാണ് ക്യാബിനറ്റിൽ വന്നത്. രണ്ടും ക്യാബിനറ്റിൽ വെച്ചതിനെ പോലും കൃഷി വകുപ്പും റവന്യൂ വകുപ്പും അന്ന് എതിർത്തിരുന്നു. അവരുടെ കൺകറൻസ് ഇല്ലാതെയാണ് ആ ഫയൽ ക്യാബിനറ്റ് വരെ എത്തിയത്. ഇത് തള്ളിക്കളഞ്ഞ ഉത്തരവ്, ഒരു പദ്ധതി ക്യാബിനറ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ അത് തള്ളിക്കളഞ്ഞു എന്ന് ഗവൺമെൻറ് ഉത്തരവ് ഇറക്കേണ്ടതാണ്. അതും ചെയ്തില്ല. വ്യവസായ വകുപ്പിന് കൃത്യമായി ഇക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഞാൻ പേടിക്കുന്നത് അടുത്ത് വരാനിരിക്കുന്ന ഗവൺമെൻറ് ഇടതുപക്ഷ സർക്കാർ ആണെങ്കിൽ പോലും ഇത്തരം പദ്ധതികൾ ഈ രണ്ട് റവന്യൂ വകുപ്പിനെയും കൃഷി വകുപ്പിനെയും ബൈപ്പാസ് ചെയ്തുകൊണ്ട് വ്യവസായ വകുപ്പ് വഴി പിൻവാതിലിലൂടെ ക്യാബിനറ്റിൽ എത്തുകയും ക്യാബിനറ്റിൽ മന്ത്രിമാർ അടിയുണ്ടാക്കിയില്ലെങ്കിൽ പദ്ധതികൾ അംഗീകരിക്കപ്പെട്ടു പോവുകയും ചെയ്യുന്നൊരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് വയലേഷൻ പൂർണ്ണമായി ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല. ഇതിൽ ശ്രീ KN ബാലഗോപാൽ ഉയരുന്ന പ്രശ്നം കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് ഇത് നടക്കാതെ പോയത്, ഇതൊന്നും നടക്കാതെ പോയത് സർക്കാരിലെയും മന്ത്രിസഭയിലെയും ഒരു വിഭാഗം ശക്തമായ നിലപാടെടുത്തതുകൊണ്ടാണ് എന്നാണ്. ഒരു വിഭാഗത്തിന് ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ടായിരുന്നുവെന്നും ചില വകുപ്പുകൾ വളഞ്ഞ വഴിയിൽ ഇത്തരം പദ്ധതികൾ കൃഷി ചെയ്തിരുന്നു എന്നുള്ളതാണ് ആരോപണം. ആ ആരോപണം നേരത്തെ തന്നെ ഉള്ളതുമാണ്. റൂൾസ് ഓഫ് ബിസിനസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് അട്രാക്ട് ചെയ്യാനുള്ള ഇൻവെസ്റ്റ്മെന്റ്, ആ വകുപ്പിന്റെ പേര് ഞാൻ ഇപ്പോൾ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, അങ്ങനെ ഒരു വകുപ്പുണ്ട്. അതിന്റെ ചുമതലയും ഈ പറഞ്ഞ അതിന്റെ സെക്രട്ടറി ആയിരുന്നു. അതിന്റെ ചുമതലയും ഈ പറഞ്ഞ അന്നത്തെ ഇൻഡസ്ട്രീസ് വകുപ്പ് മന്ത്രിക്ക് തന്നെയായിരുന്നു. അങ്ങനെ വരുമ്പോൾ ക്യാബിനറ്റിൽ വരുന്ന ചർച്ച വഴി ആ കാര്യം പറഞ്ഞില്ല. മുഖ്യമന്ത്രിയുടെ അവിടുന്ന് തന്നെ ആ കാര്യത്തിന് വേണ്ടത്ര ഒരു ഗ്രീൻ സിഗ്നൽ കിട്ടിയല്ല പോയത്. ഇത് മാത്രമല്ല, നിരവധി പദ്ധതി ഞാൻ പറഞ്ഞല്ലോ, 1000 ഏക്കറുള്ള കൊടകരയിലെ, അതാണല്ലോ ഏറ്റവും ഭീതിജനകമായ കാര്യമാണ്. കൊടകരയിലെ അവിടെ ഇഷ്ടിക ചൂളയിലെല്ലാം മണ്ണെടുത്ത് മൊത്തം വയലും താന്നുപോയി. അതൊരു കായലായി, ആർട്ടിഫിഷ്യൽ കായൽ. അതിൻ്റെ നടുക്ക് ഒരു ലാൻഡ് ഫില്ല് ചെയ്തിട്ട് അവിടെ ഒരു വലിയൊരു ഹോസ്പിറ്റൽ പ്രൊജക്ട്, ചുറ്റുപാടും ബോട്ടും ഒക്കെയുള്ള ഒരു തടാകം എന്ന നിലയിൽ കേൾക്കുമ്പോൾ വലിയ സങ്കല്പം തോന്നുന്ന പദ്ധതികൾ ഉൾപ്പെടെ എത്രയാണ് സ്പെഷ്യൽ എക്കണോമിക് സോണിന് വന്നത്? ഇതൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അനുവദിച്ചില്ലല്ലോ. ഇനി യാതൊരു സംശയവും വേണ്ട, ഇതിനകത്ത് ഒരു മന്ത്രി ഇങ്ങനെ എണ്ണിച്ച് ബഹളം വെച്ച് മുണ്ട് മടക്കി കുത്തി മറ്റൊരാൾ മന്ത്രി തിരിച്ചു പറഞ്ഞാൽ ഒന്നുമല്ല. അതൊക്കെ നമുക്ക് പറയാം. ഇങ്ങനെയുള്ള പദ്ധതികൾ പരിസ്ഥിതിക്ക് വലിയ ദോഷമുണ്ടാക്കുന്ന, ഇപ്പോൾ കുറച്ചുകൂടി രൂക്ഷമായിട്ട് ഈ പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ട് അത്തരം ദോഷമുണ്ടാക്കുന്ന പദ്ധതികളൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നു കഴിഞ്ഞാൽ കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ അന്ന് പരിസ്ഥിതി അനുമതി കിട്ടാത്തതും ഇത്തരം കാര്യങ്ങൾ കൊടുക്കാത്തതും ഒക്കെ നേരത്തെ തന്നെ ഉണ്ടായത്. റൈറ്റ്. ശ്രീ A. ഷുക്കൂർ, ഇപ്പോഴും നിങ്ങളുടെ പക്ഷം ആവർത്തിക്കുന്നത് LDF സർക്കാരിൻ്റെ കാലത്ത് ഈ കുമരകം ഇക്കോ ടൂറിസം വില്ലേജ് പദ്ധതിക്ക് തത്വത്തിൽ അനുമതി നൽകിക്കൊണ്ടുള്ള ഒരു ഉത്തരവുണ്ട് എന്നാണ്.
ആ ഉത്തരവ് ഏതാണ് എന്ന് മനസ്സിലായില്ല. ഇന്ന് പുറത്തുവിട്ട ഉത്തരവിനെയാണോ ഉദ്ദേശിക്കുന്നത്? അതിൽ അങ്ങനെ അനുമതി കൊടുക്കുന്ന കാര്യം പറയുന്നില്ലല്ലോ. അഭിലാഷേ, ഞാൻ ഇതിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഈ പദ്ധതിക്ക് KPCC ഞങ്ങളും എതിരാണ്. ഈ പദ്ധതി ഇവിടെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ഞങ്ങള് ഇത് നടത്താൻ വേണ്ടിയുള്ള വക്കാലത്തുമായിട്ട് വന്നതല്ല. ഞാൻ പറഞ്ഞത് 2 ഉത്തരവുകളുണ്ട്. അത് ഒന്ന് LDF-ന്റെ ഭരണകാലഘട്ടത്തിലെ അഭിലാഷ് വായിച്ച ഉത്തരവ് തന്നെയാണ്, 248/2010 17/7/2010 ഉത്തരവ്. ആ ഉത്തരവിൽ ഈ പറഞ്ഞിരിക്കുന്ന ഉത്തരവുമായി സമാനമല്ല എങ്കിൽ 2 ഡെവലപ്പേഴ്സ്, ഇത് 2 ഒന്ന് തന്നെയാണ്, കള്ളന്മാർ അവിടെ തന്നെയാണ്. പക്ഷേ ഞാൻ ഇതിനെ ന്യായീകരിക്കാനോ ഈ നികത്തലിനോട് യോജിക്കാനോ അല്ല, കൊടുക്കാൻ പാടില്ല. സർക്കാർ ചെയ്തത് തെറ്റെന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്, അല്ലാതെ ഞങ്ങൾ അവർക്ക് വേണ്ടിയല്ല. പക്ഷേ ഉത്തരവിൽ ഈ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ കുറെ കാര്യങ്ങൾ വ്യക്തമായി കഴിഞ്ഞ തവണ LDF-ന്റെ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി പറയുന്നു എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഇത് നടപ്പാക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഈ ചർച്ചയുടെ അദ്ദേഹവും കൂടെ നമ്മുടെ ഭാഗം ചേർന്ന് പിന്നെ ഇപ്പൊ ഈ ചർച്ച കൊണ്ടെന്താ കാര്യം? അല്ല, ഇതിൽ ശ്രീ A. ഷുക്കൂർ ഒന്ന് LDF-ന്റെ കാലത്ത് ഈ പദ്ധതിക്ക് അനുമതി കൊടുക്കുന്നു എന്ന ഒരു ഉത്തരവില്ല. അങ്ങനെ ഒരു ഉത്തരവ് ചൂണ്ടിക്കാണിക്കാൻ നിങ്ങളെ സംബന്ധിച്ച് സാധിക്കുന്നില്ല. 2 ശ്രീ A. ഷുക്കൂർ റെക്കിൻഡോ കുമരകം റിസോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ഏറ്റെടുത്തിട്ടുള്ള കുമരകം ഇക്കോ ടൂറിസം വില്ലേജ് പദ്ധതി നിർദ്ദേശത്തിനുള്ള അനുമതി നൽകുന്നതിന് തത്വത്തിൽ അംഗീകാരം നൽകിക്കൊണ്ടുള്ള ഈ ഉത്തരവുണ്ടല്ലോ. ഈ ഉത്തരവിന് പിറകിൽ ആരാണ്? റവന്യൂ മന്ത്രിയോട് കഴിഞ്ഞ ദിവസം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല, എന്നെ KPCC പ്രസിഡന്റ് ഫോണിൽ വിളിച്ച് ചോദിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് എന്നാണ്. റവന്യൂ മന്ത്രിക്ക് അറിയുകയേ ഇല്ല. പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഉത്തരവിറക്കുന്നത്? ആരാണ് ഉത്തരവിറക്കുന്നത്? എങ്ങനെയാണ് ഡോക്ടർ വിശ്വാസ് മേത്ത, റവന്യൂ വകുപ്പിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നയപരമായ തീരുമാനമില്ലാതെ ഇങ്ങനെ ഒരു ഉത്തരവിറക്കാൻ പറ്റുന്നത്? റവന്യൂ മന്ത്രിക്ക് ഇതൊന്നും അറിയില്ല എന്ന് പറയുന്നു. അപ്പോൾ ആർക്കാണ് ഇത് അറിയാവുന്നത്? സത്യത്തിൽ ഈ ഉത്തരവ് വന്നതിന്റെ പിന്നിലെ ഒരു ചേതോവികാരം എന്ത് എന്ന് അന്വേഷണം നടക്കട്ടെ. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് VM സുധീരൻ ഈ കാര്യത്തിൽ വ്യക്തമായി പറഞ്ഞു, ഇത് പാടില്ല, ഇത് തെറ്റാണ്. 2010 LDF സർക്കാരിന്റെ കാലത്തുള്ള ഒരു പദ്ധതി തന്നെ മറ്റൊരു രീതിയിൽ വന്നിരിക്കുകയാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. പക്ഷേ രൂപത്തിൽ വന്നിരിക്കുകയാണ്. ഇവിടെ റവന്യൂ മന്ത്രി അജ്ഞത നടിക്കുകയാണോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ സത്യസന്ധമായി അറിവില്ലാതിരിക്കുകയാണോ? ഞാൻ ഈ കാര്യം അറിഞ്ഞിട്ടേ ഇല്ല, എന്നെ KPCC പ്രസിഡന്റ് വിളിച്ച് ചോദിക്കുമ്പോൾ ആണ് ഞാനിത് അറിയുന്നത്, ഞാൻ ഉദ്യോഗസ്ഥരോട് പരിശോധിക്കാൻ ആവശ്യപ്പെട്ടു എന്നുള്ള പ്രതികരണം മാത്രമാണ് റവന്യൂ മന്ത്രി ഇതിനോടകം ഈ വിഷയത്തിൽ നടത്തിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു തത്വത്തിൽ അനുമതി കിട്ടിയതുകൊണ്ട് ആ പദ്ധതി നടക്കില്ല എന്ന് കോൺഗ്രസിന്റെ വക്താക്കൾ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ഉത്തരവ് എന്നുള്ള ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ്, അതും സർക്കാർ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത്. അഭിലാഷേ, അദ്ദേഹം ആ രീതിയിൽ പ്രതികരിക്കുന്നത് ഇത് ആദ്യത്തെ വിഷയത്തിലല്ല. ഇത് ഇപ്പം എൻ്റെ ഓർമ്മയിൽ തന്നെ 3ാമത്തെ വിഷയത്തിലാണ് അദ്ദേഹം ഇതേപോലെ അജ്ഞത നടിച്ച് പ്രതികരിക്കുന്നത്. പത്തനംതിട്ടയിൽ വെച്ച് ഞാൻ തിരുവനന്തപുരത്ത് എത്തിയ ശേഷം പരിശോധിച്ചിട്ട് പ്രതികരിക്കാം എന്നുള്ള അതേ പ്രതികരണം വരുന്നത് ഇത് 3ാമത്തെ വിഷയത്തിലാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നതിനെ ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം പറയുന്നതിനെ വിശ്വസിച്ചാൽ തന്നെ, വാദത്തിന് വേണ്ടി വിശ്വസിച്ചാൽ തന്നെ, നിങ്ങൾ പറയൂ, അങ്ങനെ ഒരു റവന്യൂ മന്ത്രിയെ നമുക്ക് ആവശ്യമുണ്ടോ? ഇദ്ദേഹം അറിയാതെ ഇദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ഉത്തരവിറങ്ങുകയും ഫയൽ ക്യാബിനറ്റിൽ പോയി ഉത്തരവിറങ്ങുകയും ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു റവന്യൂ മന്ത്രിയെയാണോ കേരളത്തിന് ആവശ്യം എന്നുകൂടി കോൺഗ്രസ്സുകാർ ചിന്തിക്കേണ്ടതല്ലേ? ഞാൻ വേറൊരു കാര്യം കൂടെ പറയട്ടെ. നേരത്തെ ഹരീഷ് പറഞ്ഞതിനോടും കൂടെ ഒന്ന് പ്രതികരിക്കട്ടെ. റൂൾസ് ഓഫ് ബിസിനസ് വയലേറ്റ് ചെയ്തുകൊണ്ട് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് അങ്ങനെ ചില നീക്കങ്ങൾ നടന്നിട്ടുണ്ട്. അതിലൊന്നാണ് ബ്ലൂ സ്റ്റാർ റിയൽറ്റേഴ്സിൻ്റെ പ്രോജക്റ്റിൻ്റെ കാര്യം. നമ്മൾ കാണുന്നുണ്ട് അതിൽ ഇപ്പോൾ എന്താ സംഭവിച്ചതെന്നുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുഭരണ വകുപ്പിൽ നിന്ന് ഒരു ഉത്തരവും ഇറങ്ങിയിട്ടുണ്ട്. റൂൾസ് ഓഫ് ബിസിനസ് വയലേറ്റ് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ പല വകുപ്പുകളിൽ നിന്ന് നീക്കങ്ങൾ നടക്കുന്നു, അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് GADയിൽ നിന്ന് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലയളവിൽ ഒരു ഉത്തരവും ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതിലെ പ്രധാനപ്പെട്ട കാര്യം, ഞാൻ പ്രതികരിക്കാൻ വന്ന കാര്യം, കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ അവസാന കാലഘട്ടത്തിലും ഞാനത് കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിലും പറഞ്ഞു, ഇതിൻ്റെ പ്രൊമോട്ടേഴ്സ് ശ്രമിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾക്ക് തത്വത്തിൽ ഒരു അംഗീകാരം കിട്ടിയാൽ മതി, അടുത്ത ഗവൺമെൻറ് വരുമ്പോൾ ഞങ്ങളിത് നടത്തിയെടുത്തുകൊള്ളാം എന്നാണ്. ഇപ്പോഴവർ ആഗ്രഹിക്കുന്നതും അവർ പ്രതീക്ഷിക്കുന്നതും അതുതന്നെയാണ്. പക്ഷേ അതൊരു കാരണവശാലും നടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല.
പക്ഷേ അവരുടെ പ്രതീക്ഷ അതുതന്നെയാണ്. അവർ വളരെ സട്ടിലായിട്ടൊരു തത്വത്തിൽ അംഗീകാരം മേടിച്ചു വെക്കുകയും അടുത്ത ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അത് നടത്തിയെടുക്കാം, അതോടുകൂടി ഭരണമാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ പ്രതിപക്ഷവും സൈലൻ്റായി കിട്ടും എന്നുള്ളത് തന്നെയാണ് അവരുടെ ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടുത്തെ വയലുകളുടെ കാര്യത്തിൽ ഇത് നമ്മൾ ആലോചിക്കേണ്ടത് 2007 വരെ കൃഷി നടന്നുകൊണ്ടിരുന്ന ഈ റംസാർ സൈറ്റായിട്ടുള്ള ഈ കുമരകത്തെ ഈ സ്ഥലം 2008 32 ബിനാമി കമ്പനികളുടെ പേരിൽ ഇവർ വാങ്ങിക്കൂട്ടുകയാണ്. അതേ കാലയളവിൽ തന്നെ വളന്തക്കാടിലും ഇതേപോലെ 35-36 കമ്പനികളുടെ പേരിൽ വേറൊരു ഗ്രൂപ്പാണോ ഇവരൊക്കെ സഹപ്രവർത്തകരാണോ നമുക്കറിയില്ല, അവർ വാങ്ങിക്കൂട്ടി. അത് ശോഭ സിറ്റി എന്നുള്ള പേരിലൊരു പദ്ധതിയായിട്ട് വന്നു, ഇത് കുമരകം എന്നുള്ള ഒരു പദ്ധതിയായിട്ട് വന്നു. നേരത്തെ ശ്രീ ബാലഗോപാൽ പറഞ്ഞത് അമറേഷ്യ എന്ന് പറയുന്നൊരു പ്രോജക്റ്റാണ്. അത് 4 പ്രാവശ്യം തട്ടിക്കളഞ്ഞിട്ട് അത് വീണ്ടും വരികയായിരുന്നു. എന്നിട്ട് അത് നടപ്പിലാക്കിയില്ല എന്നുള്ളത് വലിയൊരു ആരോപണമായിട്ട് മൂവാറ്റുപുഴയിലെ പാടം മുഴുവൻ നികത്താനുള്ള ഒരു പ്രോജക്റ്റുമായിട്ട് വന്നതാണ്. അതിൻ്റെ ചർച്ചയൊന്നും ഇവിടെ അല്ല നടക്കുന്നത്, ഡൽഹിയിലാണ് നടക്കുന്നത്. ചിലർക്ക് കേരളത്തിൻ്റെ വികസനത്തിൽ ഭയങ്കര അമിതമായ താല്പര്യമാണ്. ഇത് മുഖ്യമന്ത്രി തട്ടിക്കളഞ്ഞാലും അത് വീണ്ടും വരും. അങ്ങനെ വന്ന പദ്ധതി നടപ്പിലാക്കിയില്ല എന്നുള്ള ഒരു ആരോപണമായിട്ട് ഇപ്പോഴത്തെ ഒരു പ്ലാനിംഗ് ബോർഡ് മെമ്പർ കഴിഞ്ഞ ദിവസം പത്രത്തിൽ എഴുതുന്നത് കണ്ടു. അത് വികസനത്തെ എല്ലാം തടസ്സപ്പെടുത്തുകയാണെന്ന്. അങ്ങനെ ഇവിടുത്തെ വയൽ പ്രദേശവും ചതുപ്പ് നിലങ്ങളും എല്ലാം ഇതുപോലെ ആർക്കും വേണ്ടാത്ത സ്ഥലമാണെന്നും അവിടം ഇതുപോലെ എടുത്ത് ഏതെങ്കിലും സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറുക, അതിന് ലാൻഡ് സീലിങ്ങിനെ മറികടക്കാൻ വേണ്ടി 35 കമ്പനികളായാലോ 36 കമ്പനി ആയാലോ രജിസ്റ്റർ ചെയ്ത് മറികടക്കുക, എന്നിട്ടൊരു പ്രോജക്റ്റ് അങ്ങോട്ട് സമർപ്പിക്കുക. അത് നടന്നോ നടന്നില്ലയോ എന്നുള്ളത് ഇവിടെ ചർച്ചയല്ല. വികസനം, പുതിയ വികസനം എന്ന് പറഞ്ഞൊരു ചർച്ച വരുന്ന ഘട്ടത്തിൽ നമ്മളിത് ആലോചിക്കേണ്ടതാണ്. ഒരുപാട് പ്രത്യേക സാമ്പത്തിക മേഖലകൾ ഇവിടെ വന്നു. സ്വകാര്യ പ്രത്യേക സാമ്പത്തിക മേഖലകൾ ഒന്നും ഒരു ഇഷ്ടിക പോലും വെച്ചിട്ടില്ല. ബ്ലൂ സ്റ്റാർ റിയൽറ്റേഴ്സ് എടുത്തു, പാർശ്വനാഥ്, യൂണിടെക്, MRMGF, നിങ്ങളെടുത്തോ ലിസ്റ്റ്. അതേസമയം സർക്കാർ പ്രൊമോട്ട് ചെയ്തിടത്തെല്ലാം വ്യവസായങ്ങൾ വരികയും ചെയ്തു. എന്തുകൊണ്ട് വരുന്നില്ല? ഇവർ ലാൻഡ് ബാങ്കുകളായിട്ട് ഈ സ്ഥലം കീപ്പ് ചെയ്യുകയാണ്. അപ്പോൾ വികസനം 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 എന്ന് പറഞ്ഞു, വികസന വിരോധികൾ എന്ന് പറഞ്ഞ് ഇതിനെ തടഞ്ഞവർ, ഈ അനുമതി കൊടുത്തവർ എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല എന്ന് നമ്മൾ പരിശോധിക്കുന്നുണ്ടോ? സ്മാർട്ട് സിറ്റിയുടെ കാര്യത്തിൽ ഒരു കരാറുള്ളതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചർച്ച ചെയ്യുകയെങ്കിലും ചെയ്യുന്നുണ്ട്. ഒരു കരാറുമില്ലാതെ ഈ അനുമതി കൊടുത്തവർ ലാൻഡ് ബാങ്കുകളായി ഈ ഭൂപ്രദേശങ്ങൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവർ പറയുന്ന വികസനം എന്ന് പറയുന്നത്. അതും കൂടി തിരിച്ചറിയേണ്ടതുണ്ട് നമ്മൾ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. അതാണ് താങ്കൾ വിശദമായി സൂചിപ്പിക്കുന്നത്. ശ്രീ ഹരീഷ് വാസുദേവൻ, ഈ സർക്കാർ അധികാരത്തിലെത്തിയതിന് ശേഷം പല ഘട്ടങ്ങളിലും നെൽവയൽ നീർത്തട സംരക്ഷണ നിയമം വെള്ളം ചേർക്കാൻ, അതിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എമർജിംഗ് കേരള നടക്കുമ്പോൾ വ്യവസായ വകുപ്പിൻ്റെ നിർദ്ദേശമായി, അതേസമയം തന്നെ കോൺഗ്രസിൽ ഇതിൽ ശക്തമായ എതിരഭിപ്രായം ഉള്ളതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ കൃത്യമായ ഒരു നടപടിയെടുത്ത് മുന്നോട്ട് പോകാനൊട്ട് കഴിയുന്നുമില്ല. അതിനിടയിലാണ് ഇങ്ങനെ മേശക്കടിയിലൂടെയുള്ള പലതരത്തിലുള്ള ഓപ്പറേഷനുകൾ നടക്കുന്നത്. ഇതിൻ്റെ ലക്ഷ്യം എന്തായിരിക്കും? ഇപ്പോൾ ഈ സർക്കാർ പോകുന്നതിന് തൊട്ട് മുൻപ് ഇങ്ങനെ തത്വത്തിൽ ഒരു അനുമതി കിട്ടിയത് കൊണ്ട് എന്തായാലും ആ പദ്ധതി വരാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്തായിരിക്കും? ഈ രണ്ട് ഗവൺമെൻറ് ഉത്തരവുകൾ ഇപ്പോൾ വന്നത്, ഇത് രണ്ടും ഏതെങ്കിലും 2 പ്രോജക്റ്റുകൾക്കുള്ള അനുമതിയായി നമ്മളിതിനെ കാണരുത്. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൽ ആ നിയമം കൊണ്ടുവരുമ്പോൾ അത് വെറുതെ ഒരു നിയമം കൊണ്ടുവന്നല്ല, ഇപ്പോഴത്തെ സർക്കാർ ഓർഡിനൻസ് കൊണ്ടുവരുന്ന പോലെ കൊണ്ടുവന്നല്ല. അത് സബ്ജക്റ്റ് കമ്മിറ്റിയിൽ പോയി അംഗീകരിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കൺസെൻസസ് വാങ്ങിച്ച് നിയമസഭ വിശദമായി ചർച്ച ചെയ്ത് 3 പേരൊഴികെ നിയമസഭയിലെ എല്ലാവരും അംഗീകരിച്ച് വന്നൊരു നിയമമാണ്. അപ്പോൾ ആ നിയമത്തിൽ പറയുന്നത്, സെക്ഷൻ 3 പറയുന്നത്, നെൽവയലാണെങ്കിൽ ഒരു കാരണവശാലും അത് 5 സെൻറ്റുകാർക്ക് വീടില്ലാത്തവർക്ക്, പഞ്ചായത്തുകളിലാണെങ്കിൽ 10 സെൻറ്റുകാർക്ക് മാത്രമേ നികത്താൻ അനുവദിക്കാവൂ. അല്ലാത്ത പദ്ധതികളാണെങ്കിൽ സർക്കാർ ഫണ്ട് മുടക്കുന്നതോ അല്ലെങ്കിൽ സർക്കാരിന് ആവശ്യമുള്ള ഏജൻസികൾ സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്നതായ പദ്ധതികൾക്ക് മാത്രമേ അനുവാദം നൽകാവൂ. ഏതെങ്കിലും സ്കീമുകൾക്ക്, പദ്ധതികൾക്കല്ല, ഏതെങ്കിലും സ്കീമുകൾക്ക്, സ്കീം എന്ന് പറയുമ്പോൾ നമുക്കൊരു PHC സെൻറ്റർ പണിയണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റാൻഡ് പണിയണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഹൈവേ പോകുന്ന വഴിക്ക് കുറച്ച് സ്ഥലം എടുക്കണമെങ്കിൽ, അങ്ങനെ ഒരു ചില സ്കീമുകൾക്ക് സംസ്ഥാന സർക്കാരുകൾക്ക്, അതത് സർക്കാരുകൾക്ക് വേണമെങ്കിൽ പ്രത്യേക ഇളവ് അനുവദിക്കാവുന്നതാണ്. ഈ പ്രത്യേക ഇളവ് അനുവദിക്കണമെങ്കിൽ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രാദേശിക നിരീക്ഷണ സമിതി, അവിടുത്തെ കർഷകർ, അവിടുത്തെ കൃഷി ഓഫീസർ, അങ്ങനെ മോൾ തട്ട് വരെ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ സർക്കാരിന് സ്റ്റെപ്പ് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഫയൽ തൊടാൻ പറ്റുള്ളൂ. അത്രയും കർക്കശമായൊരു നിയമത്തിൽ ആദ്യമായി ഇങ്ങനൊരു ടോപ്പ് ലെവലിൽ നിന്നുള്ള ഒരു വെള്ളം ചേർക്കൽ സംഭവിക്കുകയാണ്. ഇത് തത്വത്തിൽ അനുമതി എന്ന ഒരു സംഗതിയെ അംഗീകരിച്ചാൽ, ഇത് ആറന്മുളയിൽ സംഭവിച്ചതാണ്. ആറന്മുളയിൽ സുപ്രീം കോടതിയും ഗ്രീൻ ട്രൈബ്യൂണലും ഹൈക്കോടതിയും ഒക്കെ ഇടപെട്ടത് ഇല്ലാതായി. ഈ സ്പീഡ് നമ്മൾ മറ്റ് പല പ്രോജക്റ്റുകളിലും കണ്ടു. അപ്പോൾ ഈ പ്രോജക്റ്റ് ഇപ്പോൾ നടപ്പാക്കിയെടുത്താൽ ഇതിന് ചുവട് പിടിച്ച് കേരളത്തിൽ ഏത് പദ്ധതി വേണമെങ്കിലും ഈ പാഡി ലാൻഡ് കൺസർവേഷൻ ആക്ടിൽ നിന്ന് ഇളവ് കൊടുത്ത് കൊണ്ടുപോകാൻ പറ്റും. എന്ന് മാത്രമല്ല, അവർക്ക് 15 ഏക്കറിൽ കൂടുതൽ ഭൂമി. ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, ഇവർ പറഞ്ഞിരിക്കുന്നത് 378 ഏക്കർ നിലം ടീ കമ്പനി വാങ്ങിയിട്ടുള്ളതും എന്നാണ്. 378 ഏക്കർ നിലം ടീ കമ്പനിക്ക് വാങ്ങിയെന്ന് സർക്കാർ സമ്മതിക്കാൻ എങ്ങനെയാണ് റവന്യൂ വകുപ്പിന് കഴിയുക? റവന്യൂ വകുപ്പ് ആദ്യം എന്താ ചെയ്യേണ്ടത്?
ആദ്യം റവന്യൂ വകുപ്പ് ചെയ്യേണ്ടത് ഈ അപേക്ഷ കിട്ടുമ്പോൾ ജില്ലാ കളക്ടറെ വിളിച്ചു പറഞ്ഞ് അവിടുത്തെ താലൂക്ക് ലാൻഡ് ബോർഡിനെ കൊണ്ട് ഈ 378 ഏക്കറിൽ 15 ഏക്കർ കഴിച്ച് ബാക്കി ഭൂമി മിച്ച ഭൂമിയായി ഏറ്റെടുത്ത് 3 സെന്റ് കൃഷി ചെയ്യാൻ കാത്തിരിക്കുന്ന 3,73,000 കുടുംബങ്ങളുണ്ട് കേരളത്തിൽ. അപ്പോൾ ലാൻഡ് റിഫോംസ് ആക്ടിന്റെ വയലേഷൻ നടത്തിയ ഒരു കമ്പനിയെ അത് റെഗുലറൈസ് ചെയ്ത് കൊടുക്കുകയാണ് ആദ്യം ചെയ്ത്. ഈ ഉത്തരവ് പിൻവലിച്ചാൽ പോലും ഇനി ഗവൺമെന്റിന് അടുത്ത 1 മാസത്തിനകം ഇവർക്കെതിരെ സീലിംഗ് ആക്ട് പ്രകാരം കേസെടുത്തില്ലെങ്കിൽ ഇവർ കോടതിയിൽ പോയി പറയുന്നത് സർക്കാരിന് അറിയാമായിരുന്നു, ഞങ്ങളുടെ കയ്യിൽ 378 ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു സത്യത്തിൽ പിൻവലിച്ചാൽ പോലും ഇവർക്കൊരു ഗുണമാണ്, ഒരു സ്റ്റെപ്പ് മുമ്പോട്ടാണ് ഈ പ്രോജക്റ്റ് പോവുക. മാത്രമല്ല ഇത് പാഡി ലാൻഡ് ആക്ടിൻ്റെ മൊത്തം പോളിസിയിലുള്ള ഡൈല്യൂഷനാണ്. ഞാൻ ഒറ്റ കാര്യം കൂടി സൂചിപ്പിക്കാം. ശ്രീ ജോസഫ് മാത്യു ചൂണ്ടിക്കാണിച്ചതുപോലെ റവന്യൂ മന്ത്രി പൊട്ടൻ കളിക്കുന്ന ആദ്യത്തെ സംഭവമല്ല ഇത്. മുഖ്യമന്ത്രി പൊട്ടൻ കളിക്കുന്ന ആദ്യത്തെ സംഭവമല്ല, കള്ളം പറയുന്ന ആദ്യത്തെ സംഭവമല്ല. ഞാൻ ഉത്തരവാദിത്തത്തോടുകൂടി പറയുന്നു, മുഖ്യമന്ത്രി കള്ളം പറയുകയായിരുന്നു. 2005 വരെയുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പൊതുഭൂമി കയ്യേറിയ ആളുകൾക്ക് ഭൂമി പതിച്ചു കൊടുക്കാൻ, കയ്യേറ്റം സാധൂകരിച്ചു കൊടുക്കാനുള്ള ഉത്തരവിറങ്ങി 2 മാസക്കാലം വെബ്സൈറ്റിൽ കിടന്നു. എത്ര പേർക്ക് അതുവഴി അനുമതി കൊടുത്തു നമുക്കിപ്പോഴും അറിയില്ല. ഞാൻ വിവരാവകാശം കൊടുത്ത് കാത്തിരിക്കുകയാണ്. ട്രാൻസ്പാരൻസി കൂടുതലുള്ളതുകൊണ്ട് KPCC പ്രസിഡന്റോ പാർലമെന്ററി കമ്മിറ്റിയോ പോലും അറിയുന്നില്ല. ചാനൽ കാണുമ്പോഴാണ് അറിയുന്നത് ക്യാബിനറ്റ് പാസ്സാക്കിയ നിയമങ്ങളെ പറ്റി. ഇങ്ങനെ 1-2 ഉത്തരവുകൾ അല്ല എണ്ണി പറയുകയാണെങ്കിൽ ഒരു 30 ഉത്തരവുകൾ ഈ സർക്കാർ വന്നതിന് ശേഷം നിയമവിരുദ്ധമായി ഇതേ കോട്ടയം കളക്ടർ എഴുതി കൊടുത്തതിൻ്റെ പേരിൽ 1000 ആളുകൾക്ക് 1000 ഏക്കർ വനഭൂമി പതിച്ചു കൊടുത്തതിൻ്റെ രേഖകൾ എനിക്ക് ഇന്നലെ കിട്ടിയിട്ടുണ്ട്. അതും കോടതിയിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ 1-2 അല്ല അഭിലാഷ്, ഈ സർക്കാർ വന്ന ശേഷം വനഭൂമിയുടെ കാര്യത്തിൽ, വനഭൂമിയിൽ പാറമടകൾ അനുവദിക്കുന്ന കാര്യത്തിൽ സർക്കാരുകൾ ഒട്ടനവധി ഉത്തരവുകൾ ഇറക്കിയിട്ടുണ്ട്. കോടതിയിൽ പോയതെല്ലാം സ്ട്രൈക്ക് ഡൗൺ ചെയ്തു പോയി, പോകാത്തതൊക്കെ ഇപ്പോഴും കിടക്കുന്നു. CRZ വയലേഷൻ അനുമതി കൊടുത്ത കേസുണ്ട്. കഴിഞ്ഞ ദിവസമാണ് കൊച്ചിൻ കോർപ്പറേഷനും സംസ്ഥാന സർക്കാരിനും 5 ലക്ഷം രൂപ ഗ്രീൻ ട്രൈബ്യൂണൽ ഫൈൻ അടിച്ചത്. ഫൈൻ അടിച്ചാലും നമ്മുടെ പോക്കറ്റിൽ നിന്ന് തന്നെ പോകുമെന്നുള്ളതാണ് അതിൻ്റെ ഗതികേട്. ശ്രീ എ ഷുക്കൂർ, നമ്മൾ കുമരകത്തെ കാര്യം മാത്രമാണ് പറഞ്ഞത്. കടമക്കുടിയിലും സമാനമായ വിധത്തിലുള്ള ഇടപെടലുണ്ട്. സമാനമായത് എന്ന് പറഞ്ഞുകൂടാ, കുറച്ചുകൂടി ഗുരുതരമാണ്. കാരണം അവിടെ 47 ഏക്കർ നെൽപ്പാടം നികത്തുന്ന കാര്യം പരിശോധിച്ച് ഒരു പൊതു ആവശ്യ പ്രവൃത്തിയുടെ പരിധിയിൽ ഇക്കാര്യം പെടുത്തിക്കൊണ്ട് ആ നെൽവയൽ നികത്താനുള്ള അനുമതിയാണ് തത്വത്തിൽ നൽകിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതിനേക്കാൾ ഗുരുതരം. ഇവിടെ ഉത്തരവ് പിൻവലിക്കുമ്പോൾ ഈ ഉത്തരവും പിൻവലിക്കുമോ? ഈ നെൽവയൽ സംരക്ഷണ നിയമം 2008 നിയമം നടപ്പിലാക്കുന്ന നടപടികളിലേക്ക് പോകണമെന്ന് തന്നെയാണ് KPCCയുടെ ആഗ്രഹം. KPCC പ്രസിഡന്റ് അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ നിലപാട് അതാണ്. അതിന് വിരുദ്ധമായി സർക്കാർ ഏത് തരത്തിലുള്ള നടപടി സ്വീകരിച്ചാലും ആ നടപടികൾ നടപ്പിലാക്കാൻ പാടില്ല, അതിലേക്ക് പോകാൻ പാടില്ല എന്ന് വ്യക്തമാണ്. ഞങ്ങൾ അത്തരത്തിലുള്ള നിലപാടാണ് എടുത്തിട്ടുള്ളത്. അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല ശ്രീ എ ഷുക്കൂർ, ഇതിപ്പോൾ താങ്കളും ഐ ഗ്രൂപ്പിൻ്റെ ഭാഗമാണല്ലോ. ഐ ഗ്രൂപ്പിൻ്റെ മന്ത്രി ഭരിക്കുന്ന റവന്യൂ വകുപ്പിൽ നിന്നാണ് ഇങ്ങനെയുള്ള ദുരൂഹമായ ഉത്തരവുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എങ്ങനെയാണ് ഇതുപോലൊരു പദ്ധതി പൊതു ആവശ്യ പ്രവൃത്തിയാവുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. 47 ഏക്കർ നെൽപ്പാടം നികത്താൻ കടമക്കുടിയിൽ അനുവാദം കൊടുക്കുന്നു. അവിടെ 25,000 പേർക്ക് നേരിട്ടും അല്ലാതെയും തൊഴിൽ സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഒരു പൊതു ആവശ്യ പ്രവൃത്തിയായി ഇതിനെ കാണുന്നത്. നെൽവയൽ നീർത്തട സംരക്ഷണ നിയമത്തിൽ ഇളവ് നൽകുന്നത്. ജനങ്ങൾക്ക് ഇതൊന്നും ബോധ്യമാകുന്നില്ല. ഞാൻ ചോദിക്കുന്നത് ഈ 2 ഉത്തരവുകളും അടുത്ത ദിവസങ്ങളിൽ പിൻവലിക്കപ്പെടുമോ എന്നാണ്. അഭിലാഷെ, നേരത്തെ ഇവിടെ ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ളവർ പറഞ്ഞതുപോലെ നിയമപരമായി കൊടുക്കാവുന്ന ഇളവുകൾ ഏതെല്ലാം കാര്യങ്ങൾക്കാണോ അത്തരത്തിലല്ലാതെയുള്ള ഏതൊരു നടപടി സർക്കാർ സ്വീകരിച്ചാലും ആ സർക്കാർ നടപടികൾ തെറ്റാണ് എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അത് KPCCയുടെ പ്രസിഡന്റായാലും അതിനൊന്നും നിങ്ങൾ അതിനകത്ത് ഗ്രൂപ്പ് ഒന്നും ചേർക്കണ്ട. ശ്രീ VM സുധീരനായാലും ശ്രീ VD സതീശനായാലും പാർലമെന്റ് KPCCയുടെ സബ് കമ്മിറ്റി ആയാലും എല്ലാം എടുത്തിട്ടുള്ള നിലപാട് അതാണ്. അതിനകത്ത് തന്നെ അത്തരത്തിലുള്ള നിലപാടുമായിട്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. റൈറ്റ്. ശ്രീ ജോസഫ് സി മാത്യു, ഇങ്ങനെ ഈ നിലമൊക്കെ നികത്തി വൻകിട പദ്ധതികൾ, ചിലതിനെ സ്വപ്ന പദ്ധതികൾ എന്നാണ് വിശേഷിപ്പിക്കുക, നടപ്പാക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ട്, അവരുടെ കയ്യിൽ പണവുമുണ്ട്. തടസ്സമായി ചില നിയമങ്ങൾ നിൽക്കുകയാണ്. ആ നിയമത്തിനകത്ത് വെള്ളം ചേർക്കാൻ ശ്രമിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ പക്ഷേ അത് മുന്നോട്ട് പോകുന്നില്ല. ഈ സർക്കാരിൻ്റെ കാലത്തും വല്ലാതെ ശ്രമിച്ചെങ്കിലും കാര്യമായി മുന്നോട്ട് പോയില്ല. ഇനിയിപ്പോൾ എന്തായാലും അടുത്ത ഒരു സർക്കാർ വരികയാണ്, ഇടതുപക്ഷ സർക്കാർ വരും എന്നാണ് അഭിപ്രായ സർവേകളൊക്കെ പറയുന്നത്. എന്താണെന്നറിയില്ല. പക്ഷേ ഒരു ഇടതുപക്ഷ സർക്കാർ വന്നാൽ കഴിഞ്ഞ തവണ ഉണ്ടായതുപോലെയുള്ള പ്രതിരോധം ഈ വെള്ളം ചേർക്കലുകൾക്കെതിരെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കണം.
തീർച്ചയായിട്ടും പ്രതീക്ഷിക്കണം. നമ്മളുടെയൊക്കെ ജോലി അതും കൂടിയാണല്ലോ അഭിലാഷേ. ഇവിടെ ശ്രീ ഷുക്കൂർ പറഞ്ഞത് നിയമവിരുദ്ധമായി സർക്കാർ പ്രവർത്തിച്ചാൽ KPCC പ്രസിഡന്റ് ഇടപെടും എന്നാണ്. അതിനിടപെടാനാണ് ഇവിടെ പോലീസും നിയമ സംവിധാനവും ഒക്കെ ഉള്ളത്. ഇവരുടെ നയത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ ആണ് ഇവരിടപെടേണ്ടത്. ഇവരുടെ നയം നിയമപരമായിട്ടുള്ള എന്ത് ഇളവുകളും കൊടുക്കാമെന്നുള്ളതാണ് ഇവരുടെ നയം എന്നാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത്. ഈ അഭിലാഷ് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസം തന്നെ പീരിമേഡ് ഹോപ്പ് പ്ലാന്റേഷൻസിൻ്റെ 710 ഏക്കർ സ്ഥലം കൊടുക്കുകയാണ്. ഇവരിൽ തന്നെ ഒരാളത് വാങ്ങാൻ വേണ്ടി എഗ്രിമെൻ്റ് എഴുതി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം പിന്നിൽ നടക്കുന്ന ഡീലുകൾ വേറെയാണ്. പതിച്ചു കൊടുത്ത വനഭൂമിയിൽ നിന്ന് പാറ പൊട്ടിക്കാനുള്ള അനുമതി, ഇങ്ങനെ നിരവധിയായ അനുമതികൾ കൊടുത്തിട്ട് സ്ലോട്ടർ ടാപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് സത്യം. പക്ഷേ ഇത് പിൻവലിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. അതൊക്കെ ഹരീഷൊക്കെയാണ് പറയണ്ടേ. ഇത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. ഇനി ജനങ്ങളെ സ്വാധീനിക്കുന്ന ഒരു തീരുമാനമല്ലേ, ഇവർക്ക് പിൻവലിക്കാൻ കഴിയുമോ? ഒന്ന്. രണ്ട്, സർക്കാർ ഇതിലൊരു കേസ് നടക്കുന്നുണ്ട് ഈ മെത്രാൻ കായലിൻ്റെ പ്രശ്നത്തിൽ. ആ കേസിൽ സർക്കാർ ഒരു അഫിഡവിറ്റ് കൊടുത്ത ഒരു കക്ഷിയാണ് കോടതിയിൽ. അത് നിലനിൽക്കെ കോടതിയെ അറിയിക്കാതെ ഇവരിവിടെ അനുമതി കൊടുക്കുന്ന തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. ഇവരെന്തും ചെയ്യും, കോടതിയെക്കുറിച്ച് എന്തും ചെയ്യും. അവസാനം കോടതിയെ ഞങ്ങൾക്ക് വളരെ ബഹുമാനമാണെന്ന് പറയുകയും ചെയ്യും. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മാനദണ്ഡങ്ങൾ വ്യത്യസ്തമാണ്. പൊതു ആവശ്യ പ്രവൃത്തി എന്ന് ചൂണ്ടിക്കാണിച്ചാണ് അന്യഥാ അനുമതി ലഭിക്കാത്ത പദ്ധതികൾക്ക് ഇത്തരത്തിൽ അനുമതി ലഭിക്കുന്നത്. ഇവിടെ ആദ്യം പറഞ്ഞ പദ്ധതിക്ക്, നമ്മൾ കുമരകത്ത് പറഞ്ഞ പദ്ധതിക്ക് 2100 കോടി രൂപ നിക്ഷേപം ഇങ്ങോട്ട് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണമെങ്കിൽ, രണ്ടാമത് പറഞ്ഞ കടമക്കുടിയിലെ പദ്ധതിക്ക് 7000 പേർക്ക് നേരിട്ടും 25000 പേർക്ക് നേരിട്ടല്ലാതെയും തൊഴിൽ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ആകർഷണ ഘടകം. അതുകൊണ്ടാണ് കേരള നെൽവയൽ നീർത്തട സംരക്ഷണ നിയമത്തിലെ വകുപ്പ് 2 ഉപവകുപ്പ് 14 പ്രകാരം സർക്കാരിൽ നിക്ഷിപ്തമായ അധികാരം വിനിയോഗിച്ച് ഇങ്ങനെയുള്ള ഇളവ് കൊടുക്കുന്നത്. ഈ ഇളവുകളൊക്കെ നയപരമായൊരു തീരുമാനമെടുത്ത് ഇങ്ങനെ ഇളവ് കൊടുക്കുന്നതൊക്കെ നിലനിൽക്കുമോ നിയമപരമായി? ഒന്ന്, നിയമത്തിൽ പൊതു ആവശ്യം അല്ലെങ്കിൽ പൊതു സ്കീമിൽപ്പെടുത്തി ഗവൺമെൻറ്റിന് ചെയ്യാനുള്ള അവകാശമുണ്ട്. അങ്ങനെ ഗവൺമെൻറ്റിന് വേണമെങ്കിൽ ഏതെങ്കിലും സ്കീമുകളെ വേണമെങ്കിൽ ഇതിൽ പെടുത്തി ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് അത് പൊതു ആവശ്യമാണോ അല്ലയോ എന്ന കാര്യം ഒരു ജുഡീഷ്യൽ റിവ്യൂവിന് ഒരു കോടതിയിലെ നടപടിക്രമങ്ങൾക്ക് വിധേയമായിരിക്കും. അങ്ങനെ പൊതു ആവശ്യമാകുമ്പോൾ ഇതിൽ താഴെ നികത്താൻ അനുമതി ചോദിച്ച ഒരുപാട് അപേക്ഷകൾ നേരത്തെ തള്ളിയിട്ടുണ്ടാവും. ഇന്നലെ ഒരു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ക്രെഡായിയുടെ പ്രതിനിധി പറയുണ്ടായിരുന്നു, 20 സെൻറ്റ് സ്ഥലം അല്ലെങ്കിൽ 30 സെൻറ്റ് സ്ഥലം ഹൈവേയുടെ സൈഡിൽ അവർക്ക് ഒരു 100 പേർക്ക് വീട് വയ്ക്കാൻ ചോദിച്ചാൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വലിയ പ്രോജക്റ്റിന് ചോദിച്ചാൽ കിട്ടാറില്ല എന്ന് പറയുന്നു. അപ്പം 40 ഏക്കറും 400 ഏക്കറും അനുവദിക്കുന്ന ഒരു ഗവൺമെൻറ് അതിൽ താഴെയുള്ള വളരെ ജെനുവിനായിട്ടുള്ള പ്രോജക്റ്റുകൾക്ക് എന്തുകൊണ്ട് അനുമതി ചോദിക്കുന്നില്ല എന്ന് കോടതി ചോദിച്ചാൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? 40 ഏക്കർ വരെയുള്ള എല്ലാ സ്വകാര്യ സംരംഭകർക്കും ഇനി ഇളവ് അനുവദിക്കാം എന്ന ഒരു കോടതി വിധി ഉണ്ടാവും. അത് കോടതിയെ കൊണ്ട് പറയിക്കാനുള്ള ശ്രമമാണ് ഇത്തരം ഉത്തരവുകൾ വഴി സംഭവിക്കുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനൊരു പ്രോജക്റ്റ് ഗവൺമെൻറ്റിന് കൺസിഡർ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ താഴെ തട്ടിലുള്ള, അതായത് നിയമത്തിൻ്റെ കീഴിൽ വളരെ ക്ലിയറാണ്, പരിസ്ഥിതി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, കൃഷിയെ ബാധിക്കുന്നുണ്ടെങ്കിൽ, പരിസരത്തുള്ള കൃഷികളെ ബാധിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഗവൺമെൻറ് പദ്ധതിക്ക് പോലും അനുമതി കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നെൽവയൽ നീർത്തട നിയമം സച്ച് നടപ്പാക്കുകയാണെങ്കിൽ ഇവിടെ ഇതൊന്നും നടക്കില്ല. പക്ഷേ എന്തുകൊണ്ടാണ് കഴിഞ്ഞ 5 വർഷക്കാലം ഉണ്ടായിട്ട് ഒരു ഡാറ്റാ ബാങ്ക് പോലും പ്രസിദ്ധീകരിക്കാത്ത, ഒരു പഞ്ചായത്തിൻ്റെ പോലും ഉപഗ്രഹ ചിത്രം വാങ്ങി ഇത് ക്രോസ് ചെക്ക് ചെയ്യാൻ കഴിയാത്തൊരു ഗവൺമെൻറ് പോകുന്നതിന് മുമ്പ് 2008 വരെയുള്ള മുഴുവൻ നികത്തലും ഒരു ഉത്തരവിലൂടെ സാധൂകരിച്ചു. അത് മുഴുവൻ റെഗുലറൈസ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മമ്മൂട്ടി ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും ഓടി നടന്ന് 2008 മുമ്പാണ് ഞങ്ങൾ നിലം നികത്തിയെന്ന് പറഞ്ഞ് 10ലും 11ലും നികത്തിയ അനുമതികളൊക്കെ നിലമൊക്കെ സാധൂകരിക്കാൻ ഓടി നടക്കുകയാണ്. ഞാൻ പറഞ്ഞത്, ഈ സർക്കാർ കഴിഞ്ഞ 5 വർഷം ചെയ്ത പാതകം എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെയും അതിന് താഴെയുള്ള ഒരുപാട് നിയമങ്ങളുടെയും വെള്ളം ചേർക്കലിൽ ഒരു വലിയൊരളവിൽ നടത്തി കഴിഞ്ഞു. നമ്മൾ ഈ ചർച്ചകളിൽ കുറച്ചെണ്ണം പിൻവലിക്കുമെങ്കിലും 100 എണ്ണം ഇറങ്ങുമ്പോൾ 10 എണ്ണമാണ് പിൻവലിക്കപ്പെടുന്നത്. ന്യൂസ് ഡേ പൂർണ്ണമാകുന്നു.